വായിച്ചു. ശ്ലോകം 120. ചൈതന്യ നിത്യാനന്ദ ആചാര്യ അദ്വൈത ചന്ദ്ര സ്വരൂപ രൂപ രഘുനാഥദാസ ഇൻഹാസഭാര ശ്രീചരണ ശിരെ വന്ദി നിജദന ജന്മലീല ഗായില കൃഷ്ണദാസ. വിവർത്തനം ശ്രീല പ്രഭാതിക്ക്. ശ്രീ ചൈതന്യന്റെയും നിത്യാനന്ദന്റെയും അദ്വൈത ചന്ദ്രന്റെയും സ്വരൂപ ദാമോദരന്റെയും രൂപഗോസ്വാമിയുടെയും രഘുനാഥദാസ ഗോസ്വാമിയുടെയും ചരണങ്ങൾ എന്റെ സ്വന്തം സ്വത്തായി കരുതി ശിരസാവഹിച്ച് ഞാൻ കൃഷ്ണദാസൻ ചൈതന്യ മഹാപ്രഭുവിന്റെ അവതാരം ഇപ്രകാരം വിവരിച്ചുകൊള്ളുന്നു. ഭാവാർത്ഥം ശ്രീല പ്രഭാതിക്ക്. ശ്രീ ചൈതന്യ മഹാപ്രഭുവും നിത്യാനന്ദ പ്രഭുവും ആചാര്യ അദ്വൈത ചന്ദ്രനും സ്വരൂപ ദാമോദരനും രൂപഗോസ്വാമിയും രഘുനാഥദാസ ഗോസ്വാമിയും അവരുടെ അനുയായികളും എല്ലാം കൃഷ്ണദാസ കവിരാജ ഗോസ്വാമിയാൽ അംഗീകരിക്കപ്പെടുന്നു. കവിരാജ ഗോസ്വാമിയുടെ കാലടികൾ പിന്തുടരുന്ന ഏതൊരുവനും മുകളിൽ പ്രതിപാദിക്കപ്പെട്ട പ്രഭുക്കന്മാരുടെ തൃപ്പാദങ്ങളെ സ്വന്തം സ്വത്തായി സ്വീകരിക്കുന്നു. വിഷയായ വ്യക്തിക്ക് സമ്പത്തും ഐശ്വര്യവും മായ മാത്രമാണ്. വാസ്തവത്തിൽ അവ സ്വത്തുക്കളല്ല, മറിച്ച് ബന്ധനങ്ങളാണ്. എന്തുകൊണ്ടെന്നാൽ ഭൗതിക ലോകം ആസ്വദിക്കുന്നതിലൂടെ ഒരു ബദ്ധാത്മാവ് തന്റെ ഇന്നത്തെ ആസ്വാദനത്തിന്റെ കടപ്പാടുകളാൽ നാളെ കൂടുതൽ ബന്ധത്തിലാകുന്നു. ദൗർഭാഗ്യവശാൽ ഒരു ബദ്ധാത്മാവ് അവനെ കടത്തിലാഴ്ത്തുന്ന സമ്പത്ത് അവന്റെ സ്വന്തമാണെന്ന് കരുതുകയും അത്തരം സമ്പത്തുകൾ നേടാൻ തിളക്കപ്പെടുകയും ചെയ്യുന്നു. പക്ഷേ ഒരു ഭക്തൻ അത്തരം സ്വത്തിനെ യഥാർത്ഥ സ്വത്തായി കരുതുന്നില്ല, പകരം അതിനെ ഭൗതിക ലോകത്തിലെ ബന്ധനം മാത്രമായി കരുതുന്നു. ശ്രീകൃഷ്ണ ഭഗവാൻ ഒരുവനിൽ സംപ്രീതനാകുന്ന പക്ഷം അയാളുടെ സ്വത്തുക്കൾ എടുത്തു കളയുന്നു. അവിടുന്ന് ശ്രീമദ് ഭാഗവതത്തിൽ 10:88 പറഞ്ഞിട്ടുള്ളത് പോലെ യസ്യാഹം അനുഗ്രഹണാമി ഹരിഷേ തദനം ശനൈ. ഒരു ഭക്തനോട് പ്രത്യേക കാരുണ്യം പ്രകടിപ്പിക്കാനായി ഞാൻ അവന്റെ എല്ലാ സമ്പത്തും എടുത്തു കളയുന്നു. അതുപോലെ നരോത്തമദാസ് ഠാക്കൂർ പറയുന്നു, ധനമോര നിത്യാനന്ദ രാധാകൃഷ്ണ ശ്രീചരണ ശ്രീമോര പ്രാണാധന. എന്റെ യഥാർത്ഥ ധനം നിത്യാനന്ദ പ്രഭുവും ശ്രീ രാധയുടെയും കൃഷ്ണന്റെയും പാദകമലങ്ങളാണ്. അദ്ദേഹം വീണ്ടും പ്രാർത്ഥിക്കുന്നു, ഭഗവാനെ, ദയവായി എനിക്ക് ഈ ഐശ്വര്യം തരയണമേ. എനിക്ക് അങ്ങയുടെ പാദ പങ്കജങ്ങളല്ലാതെ മറ്റൊന്നും സമ്പത്തായി ആവശ്യമില്ല. ശ്രീല ദാമോദര ദാസ ഠാക്കൂർ അദ്ദേഹത്തിന്റെ യഥാർത്ഥ സമ്പത്ത് രാധയുടെയും കൃഷ്ണന്റെയും ചരണങ്ങളാണെന്ന് പല സ്ഥലങ്ങളിലും പറഞ്ഞിട്ടുണ്ട്. ദൗർഭാഗ്യവശാൽ നാം യഥാർത്ഥമല്ലാത്ത സ്വത്തിൽ താല്പര്യപ്പെടുകയും യഥാർത്ഥ ധനം അവഗണിക്കുകയും ചെയ്യുന്നു. അധനെ യഥന കരി ധന യോഗാഗിനു. സ്മാർത്തർ രഘുനാഥദാസ ഗോസ്വാമിയെ ചിലപ്പോൾ ശൂദ്രനായി പരിഗണിക്കാറുണ്ട്. പക്ഷേ കൃഷ്ണദാസ് കവിരാജ് ഗോസ്വാമി ഇവിടെ സ്വരൂപരൂപ രഘുനാഥദാസ എന്ന് പ്രത്യേകം പ്രതിപാദിച്ചിരിക്കുന്നു. അതുകൊണ്ട് രഘുനാഥദാസ ഗോസ്വാമിയുടെ പാദാരവിന്ദങ്ങളെ ജാതി സമ്പ്രദായത്തിന്റെ എല്ലാ വിഭജനങ്ങൾക്കും അതീതമായി സ്വീകരിക്കുന്ന ഒരുവൻ യഥാർത്ഥ ആത്മീയ നിവൃത്തിയുടെ ധനം ആസ്വദിക്കുന്നു. ശ്രീ ചൈതന്യ ചരിതാമൃതം ആദിലീലയിലെ ശ്രീ ചൈതന്യ മഹാപ്രഭുവിന്റെ ആഗമനം എന്ന 13-ാം അധ്യായത്തിന്റെ ഭക്തിവേദാന്ത ഭാവാർത്ഥം ഇപ്രകാരം സമ്പൂർണമാകുന്നു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഗോപാൽ പ്രഭു. ഹരേ കൃഷ്ണ. ദണ്ഡവത് പ്രണാമം. കേൾക്കുന്നുണ്ടോ? കേൾക്കാം. ഇത് അവസാനത്തെ ശ്ലോകം 13-ാം അധ്യായത്തിന്റെ. ഇതിൽ എന്തിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്? എന്താണ് വിഷയം? എല്ലാ ആചാര്യന്മാരെയും പ്രണമിക്കുന്നു എന്ന് അദ്ദേഹം എഴുതിയിരിക്കുന്നു. ചൈതന്യ നിത്യാനന്ദന്റെയും അദ്വൈത ചന്ദ്രന്റെയും സ്വരൂപ ദാമോദരന്റെയും രൂപഗോസ്വാമിയുടെയും രഘുനാഥദാസ ഗോസ്വാമിയുടെയും ചരണങ്ങൾ. അവിടെ മെയിൻ എന്താണ് വിഷയമായിട്ട് പറഞ്ഞിരിക്കുന്നത്? ധനം, സമ്പത്തും ഐശ്വര്യവും മായയാണ്. എന്താണ് യഥാർത്ഥ സമ്പത്ത്, യഥാർത്ഥ സ്വത്ത് എന്നുള്ളതിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പൊ എന്താണ് വിഷയിയായ വ്യക്തിക്ക് ഈ ലോകത്തിലെ ചില സമ്പത്തുകൾ അതിനെ വിലപ്പെട്ടതായിട്ട് കരുതുന്നു.
അല്ലേ? വാസ്തവത്തിൽ അത് സ്വത്തുക്കളല്ല. സ്വത്ത് എന്ന് വെച്ചാൽ ഇംഗ്ലീഷിൽ അസറ്റ് എന്ന് പറയും, അല്ലേ? അസറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു മുതൽക്കൂട്ടായിട്ടിരിക്കുന്ന കാര്യങ്ങളായിട്ട്. പക്ഷെ ഒരു ബദ്ധാത്മാവിനെ സംബന്ധിച്ച് അത് മുതൽക്കൂട്ടുകളാണോ? വാസ്തവത്തിൽ അത് മുതൽക്കൂട്ടുകളല്ല, ബാധ്യതകളാണ്, അതെ. അല്ലേ? യെസ്. പല രീതിയിലും നമ്മളിപ്പോ മുതൽക്കൂട്ടെന്ന് പറയുന്നതിനൊക്കെ അതിനൊരു വില കൊടുക്കേണ്ടതുണ്ട്, അതിനൊരു ബാധ്യതയുണ്ട്. നമ്മളൊരു വണ്ടി മേടിച്ചു, ഓക്കെ, അത് വലിയൊരു മുതൽക്കൂട്ടാണ്, ഒരു അസറ്റാണ്, സംശയമില്ല. പക്ഷെ അത് ബാധ്യതയായി തീരുമോ? യെസ്, തീർച്ചയായും. അതിന്റെ പിന്നിൽ അനവധി കാര്യങ്ങൾ ചെയ്തു തീർക്കാം. ഉം അനവധി കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. ആ വണ്ടിയുടെ കാര്യങ്ങളൊക്കെ നോക്കണം, അല്ലേ? ഇൻഷുറൻസ് ഏ ഇൻഷുറൻസ് ഇൻഷുറൻസ്, പിന്നെ റോഡ് ടാക്സ്, ടാക്സ്. പിന്നെ ഇനി എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ അതിന്റെ പുറകെ പോകേണ്ടി വരും. അതിന് തട്ടലോ പുറകെ മുട്ടലോ വന്നാൽ വലിയ കോലാഹലം. അതെ. അതൊരു കാര്യം. വേറെന്ത് എക്സാമ്പിൾ ഉണ്ട് വണ്ടി കൂടാതെ? എല്ലാം അങ്ങനെ തന്നെ. എല്ലാ ഭൗതിക സമ്പത്തുകളും ഭൗതിക സമ്പത്തുകളെല്ലാം, ബന്ധനങ്ങൾ തന്നെ അത് തരുന്നു. പിന്നീട് ബാധ്യതയാണ്. ഭൂമിയായാലും വീടായാലും. ഉം ഭൂമിയായാലും വീടായാലും നമ്മളൊരു ഭൂമി മേടിച്ചു, പക്ഷെ പിന്നെ അത് കഴിഞ്ഞിട്ട് തണ്ണീർത്തടം എന്ന് പറയുന്ന ആ നിയമത്തിനകത്ത് പെട്ടിട്ട് അതിപ്പോ ഇന്ന് രാവിലെ അതായിരുന്നു പണി. കുറച്ച് അതിന്റെ അറിയാമായിരിക്കും കുറച്ചു പേർക്കൊക്കെ. ഒരു തണ്ണീർത്തടത്തിൽ പെട്ടുപോയി കഴിഞ്ഞാൽ അതിനെ കൺവെർട്ട് ചെയ്യാനും അതിന് കുറെ പുറകെ നടക്കണം സർക്കാർ ഉദ്യോഗസ്ഥന്മാരോട്. ആ സ്ഥലം എന്തിനു മേടിച്ചു എന്ന് മൂക്കത്ത് വിരൽ വെക്കുന്ന ഒരവസ്ഥയിലേക്ക് അത് കൊണ്ടു ചെന്നെത്തിക്കും. തണ്ണീർത്തടം അവസാനം വെണ്ണീർത്തടമായി തീരും. വെണ്ണീർത്തടമായി തീരും. അത് കണ്ണീർത്തടമായി തീരാതിരുന്നാൽ മതി. അപ്പൊ അങ്ങനെ പല കാര്യങ്ങൾ. ഇനി ഭൗതികമായിട്ടുള്ള സ്വത്തുക്കൾ, നമുക്ക് കണ്ണിൽ കാണാവുന്ന സ്വത്തുക്കൾ മാത്രമല്ല, പേരും പ്രശസ്തിയും, ചിലപ്പോ അതും ഒരു സ്ഥാനമാനങ്ങൾ, ഇതൊക്കെ ബാധ്യതകളായി തീരും. ശരിയല്ലേ? അതെ. അതെ അതെ അതെ. പ്രശസ്തരായ വ്യക്തികൾ, രാഷ്ട്രീയക്കാരാണെങ്കിലും സിനിമ, കായികം, സാമൂഹികം, പല രീതിയിലും ലോകപ്രശസ്തരായിട്ടുള്ള വ്യക്തികൾ, അവരുടെ മുഖം കണ്ടു കഴിഞ്ഞാൽ ജനങ്ങൾക്ക് അറിയാന്ന് പറയുമ്പോഴേക്കും അങ്ങനെയുള്ള വ്യക്തികൾക്ക് പ്രൈവസി നഷ്ടപ്പെടും, അല്ലെ? അവർക്കൊരു സ്വകാര്യ ജീവിതം എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടാവില്ല. എവിടെങ്കിലും വിദേശത്ത് പോയോ എവിടെങ്കിലും ആരും അറിയാത്തൊരു സ്ഥലത്ത് പോയിട്ട് അവർക്ക് സമയം ചെലവഴിക്കേണ്ടി വരും. ഇപ്പൊ ഇങ്ങനെ പല രീതിയിലും നമുക്ക് നോക്കിയാൽ നമ്മളിവിടെ ഈ ഭൗതിക ലോകത്തിൽ ധനമായി കരുതുന്ന കാര്യങ്ങൾക്കൊക്കെ എന്താണ് പറയാ, ഒരു ഇതുണ്ടല്ലോ, ഡബിൾ എഡ്ജ്ഡ് സ്വേർഡ് എന്ന് പറയും. രണ്ടറ്റം മൂർച്ചയുള്ള വാള്. മലയാളത്തിൽ പറഞ്ഞാൽ ഇരുതല മൂരിന്ന് എന്തിനു പറയാ, അങ്ങനെ എന്തോ ഒരു സംഭവം ഉണ്ടല്ലോ. ഇരുതല എന്ന് വെച്ചാൽ എന്താണ്? ഒരു രണ്ടു ആ, വശവും ഉപദ്രവകാരിയാണ്. അതൊരു ജീവിയാണ്, പാമ്പ്, ചെറുത്. പാമ്പാണല്ലേ? ഇരുവശവും മുറിച്ചുള്ള വാള് ഉണ്ട്. അതെ. അതുപോലെ നമ്മുടെ ഇപ്പൊ രണ്ടു വശം തലയുള്ളത്, നമ്മുടെ വന്ദേ ഭാരത് പോലെ രണ്ടു വശവും അതിന് തലയുണ്ട്, അല്ലെ? അപ്പോ എവിടെയായാലും കടിക്കും. ഇതാണ് ഭൗതിക സ്വത്ത്, റൈറ്റ്? അതിനർത്ഥം നമ്മൾ ഭൗതിക സ്വത്തും നമുക്ക് ആഗ്രഹിക്കരുതെന്നോ അല്ലെങ്കിൽ അത് കൈവശം വെക്കരുതെന്നോ അല്ല. പക്ഷേ ഇതിന്റെ ഉടമ ഭഗവാനാണെന്നും അതിന്റെ ഒരു കാത്തുസൂക്ഷിപ്പുകാരൻ, അല്ലെങ്കിൽ എങ്ങനെ അതിന് പറയാ, കസ്റ്റോഡിയൻ, നമ്മൾ കാത്തുസൂക്ഷിപ്പുകാർ മാത്രമാണെന്നും ഉള്ളൊരു ബോധമുണ്ടെങ്കിൽ നമുക്കത് കുറച്ചുകൂടെ എളുപ്പത്തിൽ നമുക്കതിനെ കൈകാര്യം ചെയ്യാൻ സാധിക്കും, ഇല്ലേ? ഒരു ഭാഗത്ത് അത് ധനം നമ്മുടേതല്ല, ഭഗവാന്റേതാണ് സ്വന്തം. പക്ഷേ നമ്മൾ അതിൻ്റെ ഒരു കസ്റ്റോഡിയൻ, നമ്മളത് കൈവശം വെച്ചിരിക്കുകയാണ് തൽക്കാലം. ഭഗവാൻ നമുക്ക് തന്നിട്ടുണ്ട്. തന്നിരിക്കുന്ന ധനത്തിനെ നമ്മൾ നല്ല രീതിയിൽ അതിനെ കൈകാര്യം ചെയ്യണം, അല്ലേ? അത് ഉത്തരവാദിത്വ ബോധം വേണം, സംശയമില്ല. പക്ഷെ എൻ്റേതല്ല. അതുകൊണ്ടാണ് ഈ യജ്ഞങ്ങളൊക്കെ ചെയ്യുമ്പോൾ മന്ത്രങ്ങൾ ചൊല്ലുന്നത് കേട്ടിട്ടുണ്ടാവും, ഇല്ലേ? എന്താ പറയാ,
ഇദം ശ്രീകൃഷ്ണായ ഇദം നമമഃ, ഇദം നമമ നരസിംഹായ ഇദം നമമ, ഗുരവേ ഇദം നമമ എന്ന് പറഞ്ഞിട്ട് കേട്ടിട്ടുണ്ടോ? ശ്ലോകങ്ങൾ നമ്മളിങ്ങനെ മന്ത്രങ്ങൾ ചൊല്ലാറുണ്ട്. ഇദം നമമ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇദം എന്ന് പറഞ്ഞാൽ ഇത്, ഇത് എന്റേതല്ല. ഇത് എന്റേതല്ല. മമ എന്റേതല്ല, ഇദം നമമ. ആൾക്കാർ സ്പീഡായിട്ട് ചൊല്ലിക്കൊണ്ടു പോകും, കൃഷ്ണ ഇദം നമമ പറഞ്ഞുകൊണ്ട് പോകും. പക്ഷെ വാസ്തവത്തിൽ ഇത് എന്റേതല്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ യജ്ഞത്തിൽ സമർപ്പിക്കുകയാണ്. റൈറ്റ്? സോ ഇനി അങ്ങനെ ഒരു വ്യക്തി ഭക്തനാകുന്ന സമയത്ത് എല്ലാം ശ്രീകൃഷ്ണ ഭഗവാന്റേതാണ്, ശ്രീകൃഷ്ണാർപ്പണം അസ്തു എന്ന് പറഞ്ഞിട്ടാണ് ഭക്തനാകുന്നത്. പക്ഷെ എന്നാലും എന്തെങ്കിലും ഭൗതിക ആഗ്രഹങ്ങൾ ഉണ്ടെങ്കിൽ ആ ആഗ്രഹങ്ങൾ കാരണം നമ്മൾ ഭൗതിക ലോകത്തിൽ ഒട്ടിപ്പിടിച്ചിരിക്കുന്നു, കൃഷ്ണന്റെ അടുത്തേക്ക് പോകുന്നില്ല. അങ്ങനെ ഭഗവാൻ കാണാൻ ഇടയായാൽ ഭഗവാൻ എന്ത് ചെയ്യും? അതെടുത്ത് കളയും. ആ ഒട്ടിപ്പിടിച്ചിരിക്കുന്നതിനെ ആ ഒരു എന്താണ്, ആ ഗ്ലൂ ഉണ്ടല്ലോ, ആ ഒരു പശ, അതിനെ ഒന്ന് ലൂസാക്കി വിടാൻ വേണ്ടി ഭഗവാൻ എന്തെങ്കിലും ചെയ്യും, അല്ലേ? അത് നമ്മുടെ ധനത്തോടാവാം, നമ്മുടെ ചിലപ്പോൾ വീടിനോടാവാം, ചിലപ്പോൾ നമ്മുടെ പേരിനും പ്രശസ്തിയോടാവാം, എന്തിനോടെങ്കിലും ആവാം. പക്ഷെ ഭഗവാൻ അതിനെ ഒരല്പം ഇളക്കി വിടുന്ന സമയത്ത് ഒരുപാട് ദുഃഖം അനുഭവിക്കേണ്ടി വരാം. റൈറ്റ്? ഇവിടെ പറയുന്നു യസ്യാഹം അനുഗൃണ്ണാമി ഹരിഷ്യേ തദ്ധനം ശനൈ. നമുക്ക് ഏറ്റവും കൂടുതൽ ആസക്തിയുള്ളത്, അറ്റാച്ച്മെന്റ് ഉള്ളത് നമ്മുടെ ശരീരത്തോട് തന്നെയാണ്. ആ ശരീരത്തിന് എന്തെങ്കിലും സംഭവിക്കുമ്പോൾ ഏത് വലിയ ആളായാലും ഒരു ഇളക്കം തട്ടും, ശരിയല്ലേ? സ്വാഭാവികമാണത്. സോ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് പക്ഷെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഭഗവാൻ നമ്മളെ നശിപ്പിക്കാൻ വേണ്ടിയോ അല്ലെങ്കിൽ ഭഗവാൻ നമ്മളെ ദ്രോഹിക്കാൻ വേണ്ടിയോ അല്ല ഈ കാര്യങ്ങൾ ചെയ്യുന്നത്. അത് സംഭവിക്കുന്ന സമയത്ത് നമുക്കതിൻ്റെ വേദന അനുഭവപ്പെടാം. എന്താ ഭഗവാനെ, ഞാൻ ഇത്രയും മാല ജപിച്ചു, ഇത്രയും സേവ ചെയ്തു, ഇത്രയും ഞാൻ ബുക്സ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു, ഇത്ര നല്ല രീതിയിൽ ഞാൻ എന്താണ് ക്യാബേജ് കറി ഭഗവാൻ ഉണ്ടാക്കി തന്നു, എന്നിട്ടും ഭഗവാൻ എന്നോട് ഇത് വേണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് സ്വാഭാവികമാണത് തോന്നും, ശരിയല്ലേ? അതെ. ഒരുമാതിരിപ്പെട്ട ഭക്തന്മാർക്ക് അത് തോന്നും. അത് എന്താണ്, അങ്ങനെ തോന്നുന്നത് അസ്വാഭാവികമല്ല, അത് സ്വാഭാവികമാണ്. ഇനി അങ്ങനെ തോന്നിയില്ലെങ്കിലാണ് അസ്വാഭാവികം. അതൊരു പ്രത്യേക കാറ്റഗറി ഓഫ് ഡിവോട്ടിയാണ്. ഇത് പറയുമ്പോൾ പലപ്പോഴും ഓർമ്മ വരുന്നത് ഹിസ് ഓണേഴ്സ് ജയപതാക സ്വാമി മഹാരാജിനെയാണ്. ഇത്രയും പേരുടെ കർമ്മമൊക്കെ എടുത്ത് ശരീരത്തിൽ നോക്കിയാൽ ഇപ്പോ എന്താണ്, പാതി ലിവറും ഓൾമോസ്റ്റ് നിന്നിരിക്കുന്ന കിഡ്നിയും അങ്ങനെയൊക്കെ വെച്ചിട്ടാണ് ആ ശരീരത്തിനെ കൊണ്ടുപോകുന്നത്. പക്ഷെ ഒരിക്കൽ പോലും എനിക്ക് എന്തുകൊണ്ട് ഭഗവാനെ ഇത് തന്നു, ഇങ്ങനൊരു വേദന തന്നു എന്ന് പറഞ്ഞിട്ട് ചോദിച്ചതായിട്ട് ഇന്നേ വരെ ആരും പറഞ്ഞു കേട്ടിട്ടില്ല. റൈറ്റ്? അപ്പൊ അതൊരു പ്രത്യേക, എങ്ങനെ പറയാ, ദാറ്റ് ഈസ് വൈ സ്പിരിച്വൽ മാസ്റ്റർ എന്ന് പറഞ്ഞാൽ ആ വാക്കിന് വെയിറ്റ് ഉണ്ട്. റൈറ്റ്? ഹരേ കൃഷ്ണ പ്രഭു, ഒരു കാര്യം പറഞ്ഞോട്ടെ. അതായത് ഗുരു മഹാരാജിന്റെ ബ്രദർ ഗുരു മഹാരാജിനെ കാണാൻ വന്നോട്ടെ. പ്രഭുവാണോ പറഞ്ഞില്ലാന്നോണ്. അപ്പോ എന്താണ് ഗുരു മഹാരാജ് ചോദിച്ചുന്ന്, അല്ല അദ്ദേഹം ചോദിച്ചുന്ന്, ഞാൻ ഇത്ര ഇതായിട്ട് നിനക്ക് തീരെ വയ്യാണ്ടിരുന്നിട്ട് പോലും സമയമില്ല. ഞങ്ങൾക്കെന്ന് പറഞ്ഞാൽ ഇതായിട്ട് സമയമുണ്ട്, നിനക്ക് ആരോഗ്യം ഇല്ലാഞ്ഞിട്ട് പോലും സമയമില്ലല്ലോന്ന്, എപ്പോ നോക്കിയാലും ബിസിയാണല്ലോന്ന്. ഹരേ കൃഷ്ണ. ഗുരു മഹാരാജിക്ക് ജയ്. ജയ്. സോ അതാണ് പറയുന്നത്. അപ്പൊ ആ ഒരു നിലയിലേക്ക് വരാൻ പെട്ടെന്ന് സാധിക്കില്ല, അത് സ്വാഭാവികമല്ല. അതൊരു ഭഗവാന്റെ കാരുണ്യം ലഭിച്ചു കഴിഞ്ഞാൽ മാത്രമേ ആ ഒരു അവസ്ഥ നമുക്ക് അനുകരിക്കാൻ സാധിക്കില്ല, അല്ലെ? പക്ഷെ നമുക്ക് കണ്ട് അതിനെ അപ്രീഷിയേറ്റ് ചെയ്യാം, അതിനൊരു നമുക്ക് മാതൃകയായിട്ട് നമുക്ക് കാണാം. അതേ സമയത്ത് മറ്റൊരു വിഷയം ഇവിടെ ഈ ഭാവാർത്ഥത്തിൽ പറഞ്ഞിരിക്കുന്നത്, ഭഗവാൻ എന്തിനാണത് ചെയ്യുന്നത്, എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് 100% ബോധ്യം ഉണ്ടാവണം. നമ്മളെ നശിപ്പിക്കാൻ വേണ്ടിയല്ല. നമേ ഭക്ത പ്രണശ്യതി എന്ന് പറയുന്ന അതേ ഭഗവാൻ നമ്മളെ നശിപ്പിക്കാൻ വേണ്ടി പ്രവർത്തിക്കുമോ? ഇല്ല, അല്ലേ? അങ്ങനെയാണെങ്കിൽ ആ ഭഗവാൻ അത്ര ശരിയല്ല. പറയുന്നതൊന്ന് പ്രവർത്തിക്കുന്നത് മറ്റൊന്നാണെങ്കിൽ ആ ഭഗവാനെ വിശ്വസിക്കാൻ കൊള്ളില്ല, അല്ലേ? പക്ഷെ ഭഗവാൻ അങ്ങനെയല്ല, കൃഷ്ണൻ അങ്ങനെയല്ല.
നമേ ഭക്ത പ്രണശ്യതി എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്റെ ഭക്തൻ നശിക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എന്ത് പറഞ്ഞിട്ടില്ല? നന്നാവുന്നു, സമ്പത്ത് വർദ്ധിക്കുന്നു പറഞ്ഞിട്ടില്ല. അതും പറഞ്ഞിട്ടില്ല. എന്റെ ഭക്തന് പ്രയാസങ്ങൾ ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ടില്ല. ഇല്ലേ? അതെ. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവത്ഗീത ആ നിമിഷത്ത് നിൽക്കും. കാര്യം അർജുനൻ ചോദ്യം ചോദിക്കും, ഇല്ലേ, ഞങ്ങൾക്ക് എന്തൊക്കെ സംഭവിച്ചു പാണ്ഡവർക്ക്. അപ്പൊ അതുകൊണ്ട് ഭഗവാൻ ഒരിക്കലും അത് പറഞ്ഞിട്ടില്ല, എന്റെ ഭക്തന് ദുഃഖങ്ങൾ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ടില്ല. കാരണം ഇനി അങ്ങനെ ഭഗവാൻ പറഞ്ഞു എന്നിരിക്കട്ടെ, അങ്ങനെയാണെങ്കിൽ അതൊരു വിവേചന ഭാവമാകും. അതായത് ഭക്തന്മാർക്ക് ഒരു സ്പെഷ്യൽ ട്രീറ്റ്മെന്റ് ഈ ഭൗതിക ലോകത്തിൽ, അവർക്കൊരു കഷ്ടപ്പാടുകൾ അനുഭവിക്കേണ്ട, ബാക്കിയുള്ളവർക്കൊക്കെ എല്ലാ തരത്തിലും ദുരിതങ്ങളും ദുഃഖങ്ങളും. അപ്പൊ അങ്ങനെയാകുമ്പോൾ ഭഗവാന്റെ സമത്വം എന്ന് പറയുന്ന ഒരു സ്വഭാവം നഷ്ടപ്പെടും. ശരിയല്ലേ? സമൂഹം സർവഭൂതേഷു നമേ ദ്വേഷ്യോസ്തി നപ്രിയ. സോ പുറമേ നിന്ന് നോക്കുമ്പോൾ സുഖങ്ങളായാലും ദുഃഖങ്ങളായാലും അതൊക്കെ പ്രകൃതിയുടെ നിയമങ്ങൾ അനുസരിച്ച്, നമ്മുടെ കർമ്മ നിയമങ്ങളോ എന്തെങ്കിലുമൊക്കെ അനുസരിച്ച് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അതിൽ ഭഗവാൻ അയവ് വരുത്തുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. പക്ഷെ എന്നാലും അത് വരേണ്ടതൊക്കെ വരും. റൈറ്റ്? അപ്പൊ ഭഗവാൻ എങ്ങനെയാണ് ഭക്തന്മാർക്ക് സ്പെഷ്യൽ കൺസിഡറേഷൻ കൊടുക്കുന്നത്? ഭഗവാൻ എങ്ങനെയാണ് കൊടുക്കുന്നതെന്ന് വെച്ചാൽ, ഇപ്പൊ ഈയിടെ ഒരു വീഡിയോ ഉണ്ടായിരുന്നു, നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്നറിയില്ല. ഹിസ് ഓൺലെസ് ഭക്തി വിനോദ് സ്വാമി മഹാരാജിന്റെ ചെറിയൊരു റീലാണ്, ഒരു മിനിറ്റിന്റെ. ഞാൻ ഗ്രൂപ്പിൽ ഇട്ട് തരാം കണ്ടിട്ടില്ലെങ്കിൽ. അതായത് മഹാരാജ് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് പറഞ്ഞു, ഭക്തന്മാർക്ക് കഷ്ടം വരുമ്പോ, കഷ്ടപ്പാട് വരുമ്പോ, കഷ്ടപ്പാട് എല്ലാവർക്കും വരും, ഭക്തന്മാർക്കും വരും മറ്റുള്ളവർക്കും വരും. അതിൽ വ്യത്യാസമൊന്നുമില്ല, അതിൽ വിവേചനമില്ല. പക്ഷെ അതേസമയം ഭക്തന്മാർക്ക് വരുന്ന സമയത്ത് അവരുടെ അകത്തുള്ള കൃഷ്ണാവബോധത്തിന്റെ പ്രഭാവം മൂലം, അതിന്റെ ശക്തി കാരണം, ആ കൃഷ്ണാവബോധം ഒരു അനസ്തീഷ്യ പോലെ പ്രവർത്തിക്കും എന്നാണ് മഹാരാജ് പറയുന്നത്. അനസ്തേഷ്യ അല്ലേ? അനസ്തേഷ്യ. അത് പല്ലെടുക്കുമ്പോഴൊക്കെ നമുക്ക് ചിലപ്പോൾ ലോക്കൽ അനസ്തേഷ്യ കൊടുക്കും, അല്ലെങ്കിൽ എങ്ങനെ പറയാ. അപ്പൊ അത് സംഭവിക്കുന്ന സമയത്തും കൂടി എവിടെയോ ഒരു സംരക്ഷണം, എവിടെയോ ഒരു എങ്ങനെ പറയുക, ഒരു തലോടൽ, ഒരു സാന്ത്വനം എവിടെ നിന്നോ ലഭിക്കുന്നു എന്ന് പറഞ്ഞ് ഒരു ഭക്തന് പ്രത്യക്ഷമായ അനുഭൂതി ഉണ്ടാവും. റൈറ്റ്? അപ്പൊ ആ അനസ്തീഷ്യ വരുന്ന സമയത്ത് ആ വേദന ഉണ്ടാവും. അത് ഉണ്ടെന്ന് അറിയാൻ തക്ക വേദന അവിടെ സംഭവിക്കുക തന്നെ ചെയ്യും. പക്ഷെ എന്നാലും അതിന്റെ കൂടെ തന്നെ മറ്റുള്ളവർ അനുഭവിക്കുന്നത് പോലൊരു വേദന ആയിരിക്കില്ല. അതിനകത്തൊരു എന്താ പറയാ, ആ തുരങ്കത്തിന് അപ്പുറത്ത് വെളിച്ചം കാണാൻ ആ ഭക്തന് സാധിക്കും. റൈറ്റ്? ഇങ്ങനെയുള്ള അനുഭവങ്ങൾ പങ്കുവെക്കാൻ ആർക്കെങ്കിലും ഉണ്ടോ? ആർക്കും ഒന്നുമില്ല, പങ്കുവെക്കാനില്ല. എല്ലാവർക്കും ഉണ്ടെന്നറിയാം, അനുഭവങ്ങൾ ഒരുപാട് ഉണ്ടായിട്ടുണ്ടാവും എന്നറിയാം. എന്നാലും ഹരേഷ പ്രഭു ഞാനൊരു ഫോൺ വന്നിട്ട് പോയി, ഒന്നും കൂടി പറയാമോ എന്താ ചോദിച്ചത്? അതായത് ഈ അനസ്തീഷ്യയുടെ കാര്യം പറയായിരുന്നു. നമുക്ക് അത് കേട്ടു. ഭക്തന്മാർ വേദന വരുന്ന സമയത്ത്, പ്രയാസങ്ങൾ വരുന്ന സമയത്ത് അതിന്റെ കൂടെ തന്നെ എന്തോ ഒരു എന്താ പറയാ, പ്രത്യാശയുടെ വെളിച്ചം, അല്ലെങ്കിൽ ആ തുരങ്കത്തിനപ്പുറത്ത് ഒരു വെളിച്ചം ഉണ്ടെന്നുള്ളൊരു കാണാനുള്ളൊരു വകയും കൂടി ഭഗവാൻ ഇട്ടു തരും എന്നുള്ളതിനെ കുറിച്ച് എന്തെങ്കിലും അനുഭവങ്ങളുണ്ടോ? റൈറ്റ്? അതുകൊണ്ടാണ് എൻ്റെ ഭക്തൻ നശിക്കുന്നില്ല എന്ന് പറയുന്നത്. ഭക്തൻ അടികൊള്ളും, വേദന അനുഭവിക്കും, പക്ഷെ അവസാനം 4 കാലിൽ വീഴുന്ന പൂച്ചയെ പോലെ എങ്ങനെയെങ്കിലുമൊക്കെ രക്ഷപ്പെട്ടു വരും. പക്ഷെ ആ സമയത്ത് അത് തിരിച്ചറിയാനുള്ള കഴിവ് നമുക്ക് ഇല്ലാണ്ടായി പോയി പ്രഭു. അങ്ങനെ ഭഗവാന്റെ കൃപ കൊണ്ടാണ് ഇങ്ങനെ ആയെന്ന് തിരിച്ചറിയേണ്ട, അതില്ല. അപ്പൊ ഇത് അറിയില്ല.
അത് ശരിയാണ്. പക്ഷെ എന്നാലും പിന്നീട് നമ്മൾ ചിന്തിച്ച് നോക്കുമ്പോൾ എവിടേക്കോ എങ്ങനെയൊക്കെയോ പ്രൊട്ടക്ഷൻ ഉണ്ടായിട്ടുണ്ടെന്നുള്ളത് നമുക്ക് അറിയാൻ കഴിയില്ലേ? 100%. അതുണ്ടാവും, അത് തീർച്ചയായിട്ടും. തീർച്ചയായും. ടോട്ടൽ നോക്കുമ്പോൾ നമുക്ക് അത് മനസ്സിലാക്കാം. അതെ. ഒരുപാട് അനുഭവങ്ങളുണ്ട് പ്രഭു അങ്ങനെ. പിന്നീട് നമ്മൾ ആലോചിക്കുമ്പോഴാവും അത് നമ്മളെങ്ങനെയൊക്കെയോ സംരക്ഷിക്കപ്പെട്ടു എന്ന് മനസ്സിലാവുക. ഉം. അതെ. തലയ്ക്ക് വന്നത് എന്താ പറയാ അതിന്റെ പുരികത്തിന് അങ്ങനെയുള്ള കൊണ്ടുവന്നു. പിരികത്തിൽ കൊണ്ടുവന്നു. തലപ്പാവോടെ പോയി, തലയ്ക്ക് വന്നത് തലപ്പാവോടെ പോയി. അങ്ങനെയും പറയാറുണ്ട്. ഹരേ കൃഷ്ണ. അതായത് നമുക്ക് സഹനശക്തി കുറച്ച് കിട്ടുകയും ചെയ്യുമല്ലോ, അങ്ങനെയല്ലേ ഉദ്ദേശിക്കുന്നത് പ്രഭു? നമുക്ക് എല്ലാം ഭഗവാൻ അങ്ങനെ ഒരു ശക്തി തരും അല്ലേ? തീർച്ചയായിട്ടും. പക്ഷേ ഈ ശക്തി കിട്ടാൻ വേണ്ടി, പ്രത്യേകിച്ച് അത് മനസ്സിലാക്കാനുള്ള ഒരു ശക്തി കിട്ടാൻ വേണ്ടിയിട്ട് വളരെ വളരെ ആവശ്യമുള്ള കാര്യമാണ് സത്സംഗം. അതെ. റൈറ്റ്. തീർച്ചയായും. അതില്ലാത്തപ്പോഴാണ് നമ്മൾ ഭക്തന്മാരാണെങ്കിൽ പോലും നമ്മൾ അനുഭവിക്കുന്നത്. പലപ്പോഴും നമുക്ക് സംഭവിക്കുന്നതിനെ അപഗ്രഥിക്കാൻ എന്ന് പറയുമല്ലോ, അതിനെ മനസ്സിലാക്കി അതിനെ ഇതാണ് സംഭവിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞു തരാൻ വേണ്ടി ഒരു നല്ലൊരു ഭക്തൻ, നല്ല ഭക്തന്മാര് നമുക്ക് സുഹൃത്തുക്കളായിട്ട് വേണം. അപ്പൊ അവരുടെ ഒരു സംരക്ഷണത്തിനകത്ത് ഈ അനസ്തേഷ്യയുടെ എഫക്റ്റ് നന്നായിട്ട് പ്രവർത്തിക്കും. റൈറ്റ്. അത് വളരെ പ്രധാനമാണ്. സോ സത്സംഗത്തിന്റെ ഇമ്പോർട്ടൻസ് ആണ് പറയുന്നത്. നമുക്ക് അവസാനം ആൾക്കാരാണ് വേണ്ടത്, ഇല്ലേ? പുസ്തകങ്ങൾ ഉണ്ടാവാം, തെറ്റില്ല. നമുക്ക് ഗ്രന്ഥങ്ങളുണ്ട്, ശാസ്ത്ര ഗ്രന്ഥങ്ങളുണ്ട്, നമുക്ക് തന്നെ അറിയാവുന്ന കുറെ ശ്ലോകങ്ങളുണ്ട്, നമുക്ക് തന്നെ നമ്മൾ തന്നെ പ്രാക്ടീസ് ചെയ്യുന്ന സാധനാക്രമങ്ങളുണ്ട്, നമ്മുടെ വീട്ടിൽ ഭഗവാന്റെ വിഗ്രഹമുണ്ട്. എല്ലാം ശരിയാണ്. പക്ഷെ എന്നാലും സമയം വരുന്ന സമയത്ത് ചിലപ്പോൾ ഇതൊന്നും പ്രവർത്തിക്കില്ല. നമ്മൾ പഠിച്ച ശ്ലോകങ്ങളൊക്കെ മറന്നു പോകും. നമ്മുടെ ഭക്തിശാസ്ത്രി സർട്ടിഫിക്കറ്റ് അവിടെ കാണാനേ ഉണ്ടാവില്ല പ്രശ്നങ്ങൾ വരുന്ന സമയത്ത്, അല്ലേ? അപ്പൊ ആര് വേണം അവിടെ? ഭക്തന്മാര്. അല്ലേ? അത് വേണം. പക്ഷെ എന്ത് ചെയ്യും, ചിലപ്പോൾ നമ്മൾ ആ സമയത്ത് മാത്രമേ ചിലപ്പോൾ സത്സംഗം എടുക്കുള്ളൂ. അങ്ങനെയും സംഭവിക്കാറുണ്ട്. നമ്മുടെ ഇസ്കോൺ കൊച്ചിയുടെ ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ട്. എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ പിന്നെ അടുത്തൊരു അര ദിവസം ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഇങ്ങനെ മെസ്സേജുകൾ വന്നുകൊണ്ടിരിക്കും. ആർക്കെങ്കിലും സുഖമില്ല, ഇതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷെ അല്ലാത്ത സമയത്ത് നമ്മൾ വേണ്ട രീതിയിൽ അസോസിയേഷൻ എടുക്കുന്നുണ്ടോ എന്നൊരു ചോദ്യമുണ്ട്. സത്സംഗം അല്ലാത്ത സമയത്തും എടുക്കണം, ഇല്ലേ? മലയാളത്തിലൊരു പഴഞ്ചൊല്ലുണ്ടല്ലോ, സമ്പത്ത് കാലത്ത് തൈപത്ത് വെച്ചാൽ ആപത്ത് കാലത്ത് കാപത്ത് തിന്നാം. അപ്പൊ നമ്മള് സമ്പത്ത് കാലത്താണ് ഈ ഭക്തിരഥ ബീജം വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത സമയത്ത് നമ്മൾ നല്ല രീതിയിൽ സത്സംഗത്തിൽ അസോസിയേറ്റ് ചെയ്ത്, ഇപ്പൊ ഇവിടെ നമ്മൾ ചെയ്യാൻ ശ്രമിക്കുന്നത് പോലെ ഒരു കൃഷ്ണകഥയുടെ ഒരു നൈരന്തര്യം എന്ന് പറയും. എന്ന് വെച്ചാൽ നിരന്തരമായിട്ട് ആ ഒരു ശബ്ദപ്രകമ്പനം നമ്മുടെ ജീവിതത്തിൽ നല്ല കാലങ്ങളിൽ ഉണ്ടായിക്കൊണ്ടിരിക്കണം. അങ്ങനെയാണെങ്കിൽ ആപത്ത് കാലത്ത് ആ ചെയ്തതിന്റെ ഫലം നമുക്ക് കാപത്ത് നമുക്ക് തിന്നാൻ സാധിക്കും, അല്ലേ? അല്ലാതെ ആപത്ത് കാലത്ത് മാത്രം പെട്ടെന്ന് കുറെ ഹരേ കൃഷ്ണ മഹാമന്ത്രം, അത് തെറ്റല്ല. ഹരേ കൃഷ്ണ മഹാമന്ത്രം കുറെ മെസ്സേജ് ഒക്കെ വരും, തെറ്റല്ല. പക്ഷെ അത് മാത്രമായി പോകുന്നുണ്ടോ എന്ന് ചിലപ്പോൾ സംശയം ഉണ്ടാവാറുണ്ട്, ഇല്ലേ? നരോത്തം പ്രഭു എന്തു പറയുന്നു? 100% ശരിയാണ് പ്രഭു. നമ്മള് മാറ്റം വരുത്താൻ ശ്രമിക്കുക നമ്മൾ. അത് തന്നെ. അതെ. എല്ലാ സമയത്തും നമുക്ക് ഹരികഥയുടെ ഒരു ശബ്ദപ്രകമ്പനം നമുക്ക് ഉണ്ടെങ്കിൽ, ആ ഒരു മൂഡിൽ, ആ ഒരു അന്തരീക്ഷത്തിൽ നമ്മൾ നിൽക്കുകയാണെങ്കിൽ എപ്പോഴും നമുക്ക് ഭൗതിക ലോകത്തിൽ നിന്ന് ഒരു അനസ്തേഷ്യ കിട്ടിയ പോലെയാണ്. എന്ന് വെച്ചാൽ അത് എന്താ പറയുക, ഈ പറയുന്ന പോലെ തലയ്ക്ക് വരേണ്ടതാണ് പുരികത്ത് കൊണ്ട് അങ്ങനെ മാറിപ്പോകും അത്, ഇല്ലേ? ഭഗവാൻ എത്ര സംരക്ഷിച്ചു അർജുനനെ യുദ്ധത്തിൽ നിന്ന്. എത്ര അമ്പുകളാണ് അർജുനന് തലയ്ക്ക് തന്നെയാണ് വന്നത്, പല അമ്പുകളും. പക്ഷെ ഭഗവാൻ എന്ത് ചെയ്തു? ആ രഥത്തിനെ വളരെ എങ്ങനെ പറയാ, എക്സ്പേർട്ടായിട്ട് വളരെ
ചടുലതയോടെ ആ രഥത്തിനെ തെളിച്ചുകൊണ്ട് ആ അമ്പുകള് അർജുനന്റെ മേത്ത് കൊള്ളാതെ ഭഗവാൻ ആ രഥത്തിനെ മൂവ് ചെയ്തു. പല ഈ ഇത് കേട്ടിട്ടുണ്ടാവുമല്ലേ, ഈ പല ആ, മഹാഭാരതത്തിന് ശേഷം ആ, ഇത് കേട്ട കഥയായിരിക്കും. മഹാഭാരത യുദ്ധത്തിനൊക്കെ ശേഷം അവിടെ ആ കുരുക്ഷേത്ര യുദ്ധക്കളത്തില് എല്ലാം ശാന്തമായി, മരിക്കേണ്ടവരൊക്കെ മരിച്ചു കഴിഞ്ഞു. പിന്നൊരു വലിയൊരു ശ്മശാനത്തിന്റെ ഒരു പ്രതീതിയാണ് ഇതിനുള്ളത്, യുദ്ധക്കളത്തിനുള്ളത്. ആ സമയത്ത് കൃഷ്ണൻ എന്ത് പറയും? നമുക്കറിയാവുന്നൊരു കഥയായിരിക്കും, അതുകൊണ്ട് ദീർഘിപ്പിക്കുന്നില്ല. അർജുനനോട് എന്തു പറയും? അർജുന, രഥത്തിൽ നിന്ന് നീ ആദ്യം ഇറങ്ങുക എന്ന് പറയും, അല്ലേ? അപ്പൊ അർജുനൻ എന്തു പറയും? ഇല്ല, കൃഷ്ണൻ ആദ്യം ഇറങ്ങൂ എന്ന് പറയും. എന്തുകൊണ്ട്? അർജുനന് കയ്യോടെടുത്ത് താഴെ ഇറക്കണം. ഏതാ? കൃഷ്ണൻ താഴെ ഇറങ്ങിയിട്ട് അർജുനന് കൈ കൊടുത്തിട്ട് ആ കൈ പിടിച്ചിട്ട് വേണം അർജുനൻ ഇറങ്ങാൻ. അങ്ങനെ എന്തോ ഒരു ഇതുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെ ആയിരിക്കാം. പക്ഷെ രഥം കത്തുന്നതല്ലേ? രഥം കൃഷ്ണ ഭഗവാൻ ഇറങ്ങുന്ന രഥം കത്തുന്നു. അത് കഥ അർജുനാണ് അത് നിയന്ത്രിക്കുന്നത് എന്നുള്ള വിചാരത്തിലാണ് അർജുനൻ ഇരിക്കുന്നത്. അർജുനൻ വിചാരിച്ചു ഞാൻ ലാസ്റ്റ് വരാം. അപ്പൊ ലാസ്റ്റ് വരുമ്പോ എനിക്ക് കൂടുതൽ എല്ലാരും നോക്കിയിരിക്കുമല്ലോ, അർജുനനെ കണ്ടില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ലാസ്റ്റ് അർജുനൻ വരുമ്പോ അദ്ദേഹത്തിന് ഒരു എന്താ പറയാ, ഒരു വെയിറ്റേജ് വെയിറ്റേജ് ക്രെഡിറ്റ് അർജുനന് കിട്ടും, ക്രെഡിറ്റ് അല്ലേ? അർജുനന് അത് കിട്ടും. അപ്പോ ഒരു ക്ഷത്രിയനെ സംബന്ധിച്ച് അത് ന്യായമായ അങ്ങനെ ചിന്തിക്കുന്നതിൽ തെറ്റില്ല. ക്ഷത്രിയന് കുറച്ച് പേരും പ്രശസ്തിയും ഒക്കെ ആവാം, അതിൽ തെറ്റൊന്നുമില്ല. എന്തായാലും അർജുനൻ പിന്നീട് വരാന്ന് പറഞ്ഞു. കൃഷ്ണൻ നിർബന്ധിച്ചു, ഇല്ല അർജുന, നീ ഇറങ്ങിയേ പറ്റൂ, അല്ലെങ്കിൽ ഞാൻ ഇറങ്ങുന്നില്ല. സുഹൃത്തുക്കൾ തമ്മിൽ സംഭാഷണമാണ്. അപ്പൊ ലാസ്റ്റ് കൃഷ്ണന്റെ നിർബന്ധപ്രകാരം അർജുനൻ ഇറങ്ങി. പിന്നെ കുറച്ച് ദൂരം അങ്ങോട്ട് നടന്നു, ഒരു ഫർലോങ് നടന്നു. അത് കഴിഞ്ഞ് കൃഷ്ണനും ഇറങ്ങി. പിന്നെ പെട്ടെന്ന് പുറകിൽ എന്തുണ്ടായി? വൻ പൊട്ടിത്തെറി ഉണ്ടായി, ഒരു ബ്ലാസ്റ്റ് ഉണ്ടായി. ആ രഥം, അഗ്നിദേവൻ തന്ന രഥം അഗ്നിദേവൻ തന്നെ തിരിച്ചെടുത്തതുപോലെ അത് മൊത്തം രഥം അഗ്നിക്കിരയായി. ആകെ ആ രഥത്തിൽ നിന്ന് രക്ഷപ്പെട്ടത് ഒറ്റൊരു സാധനമാണ്. ആർക്കറിയാം? ഹനുമാന്റെ കൊടിയിലെ ഹനുമാനോ? ആ കൊടിയിൽ ഹനുമാൻ ഉണ്ടായിരുന്നു, ഹനുമാൻ ചാടിപ്പോയി. റൈറ്റ്. ബാക്കി മൊത്തം രഥം അത് കത്തിച്ച അമ്പലായി. അപ്പോ എന്തുകൊണ്ട്? കഥ അറിയാലോ, എന്തുകൊണ്ടാണ് അത് കത്തിച്ച അമ്പലായത്? ഇതല്ലേ, പല പല അസ്ത്രങ്ങൾ വന്ന്. അതെ, ഭഗവാൻ അതെല്ലാം അങ്ങനെ ശരിക്കും രഥം പണ്ടേ നശിച്ചിരുന്നു, പക്ഷെ അല്ലെ ഭഗവാൻ അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്തതാണ്. അതെ. അപ്പൊ അതുപോലെ എവിടെ നിന്നൊക്കെയോ ഏതൊക്കെയോ അസ്ത്രങ്ങൾ വന്ന് ഈ രഥത്തിന്റെ പല ഭാഗങ്ങൾ തട്ടി നിൽക്കുന്നുണ്ട്. ഭഗവാന്റെ പാദം ആ രഥത്തിൽ സ്പർശിച്ചിരുന്നതുകൊണ്ട് ഒന്നും ആക്ട് ചെയ്തില്ല. ഭഗവാൻ ആ കാലെടുത്ത സമയത്ത് എല്ലാ അസ്ത്രങ്ങളും കൂടി, എന്താണ്, നാഗാസ്ത്രം, പാശുപതാസ്ത്രം, ആഗ്നേയാസ്ത്രം, വാരുണാസ്ത്രം എന്ന് വേണ്ട എല്ലാ അസ്ത്രവും എന്താണ്, എല്ലാം കൂടെ ചേർന്നിട്ട് ഒരു പൊട്ടിത്തെറി സംഭവിച്ചു. അർജുനൻ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ അർജുനന്റെ എല്ല് പോലും ബാക്കി കിട്ടില്ലായിരുന്നു. റൈറ്റ്. സോ അങ്ങനെ അതാണ് പറയുന്നത്. സോ കൃഷ്ണൻ നമുക്ക് ദുഃഖങ്ങൾ വരും, പക്ഷെ നമ്മെ ഭക്ത പ്രണശ്യതി എന്ന് അർജുനോട് പറയുന്നു. അതുകൊണ്ട് തന്നെ ഈ ഭൗതിക ലോകത്തിൽ നമുക്ക് ധനമുണ്ടാവണം, തീർച്ചയായിട്ടും. അത് നമ്മൾ മനുഷ്യരല്ലാതെ ആവാൻ സാധിക്കില്ല. നമ്മുടെ സ്വത്തുക്കളോടും നമ്മുടേതെന്ന് നമ്മൾ വിശ്വസിക്കുന്നതിനോടും ഒക്കെ നമുക്ക് തീർച്ചയായിട്ടും ഒരു അറ്റാച്ച്മെന്റ് ഉണ്ടാവും. അത് ഒരു സുപ്രഭാതത്തിൽ മാറ്റണമെന്നോ മാറ്റാൻ സാധിക്കുമെന്നോ ആരും പറയുന്നില്ല. പക്ഷെ അതേസമയം നമുക്ക് എന്താണ് ചെയ്യാൻ സാധിക്കുക? നമ്മുടെ ഭക്തി രീതിയിൽ, നേരത്തെ നമ്മൾ വായിച്ചു, മായാവാദത്തിന്റെ അല്ലെങ്കിൽ ബ്രഹ്മജ്ഞാനത്തിന്റെ രീതി എന്ന് പറഞ്ഞാല്, ഞാൻ ഈ ശരീരമല്ല, ആത്മാവാണ്, എനിക്ക് ഭൗതിക ലോകവുമായി ബന്ധമില്ല എന്നുള്ള ഒരു ബ്രഹ്മജ്ഞാനം വളർത്തി വളർത്തി കൊണ്ടുവന്ന് അതിനെ ധ്യാനിച്ച് ഈ ഭൗതികമായ എല്ലാറ്റിനോടും വിരക്തി ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് സാധാരണ ജ്ഞാനമാർഗം.
പക്ഷെ ഭക്തിമാർഗത്തിൽ എങ്ങനെയാണ് ഈ വിരക്തി ഉണ്ടാക്കിയെടുക്കുക? എല്ലാം എന്താണ്? ഭഗവാന് വേണ്ടി ഉപയോഗിച്ചുകൊണ്ട്. അത് പിന്നീട് ചെയ്യാൻ പറ്റും. ആദ്യം തന്നെ ഭഗവാന് വേണ്ടി ഉപയോഗിക്കുന്നതിന് മുൻപ് ആദ്യം ഭഗവാൻ ആരാന്ന് മനസ്സിലാക്കണം. ഭഗവാനോട് നമുക്ക് അറ്റാച്ച്മെന്റ് ഉണ്ടാവണം. അല്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് നമ്മൾ ഭഗവാനോട് ഉപയോഗിക്കാൻ സാധിക്കുക ഭഗവാന് വേണ്ടി? സോ ആദ്യം തന്നെ നമ്മൾ ഭഗവാനോടുള്ള ആസക്തി വളർത്തിയെടുക്കുക. നമ്മൾ സാധാരണ പറയാറുള്ള പോലെ ഒരു വര വരച്ചിട്ട് ആ വരയെ മായ്ക്കാതെ ചെറുതാക്കാൻ എങ്ങനെയാ സാധിക്കുക? അടുത്തൊരു വലിയ വര വലിയ വരയ്ക്കണം. വരാറ്. അടുത്ത് അതിലും വലിയൊരു വര വരയ്ക്കുക. അതുപോലെ നമ്മൾ കൃഷ്ണൻ എന്ന് പറയുന്ന ഒരു വര, കൃഷ്ണനോടുള്ള അറ്റാച്ച്മെന്റ് നമ്മൾ വളർത്തിക്കൊണ്ട് വരുന്ന സമയത്ത് അത് കാരണം ബാക്കിയെല്ലാം അതിന്റെ സ്ഥാനത്ത് നിന്നുകൊള്ളും. മാത്രമല്ല ഈ ചെറിയ വരയും ഈ ഭൗതിക നമ്മുടെ ആസക്തികളും അതും കൃഷ്ണന്റേതാണെന്നുള്ളത് മനസ്സിലാക്കി അതിനെ ഉപേക്ഷിക്കാതെ തന്നെ മാതാജി പറഞ്ഞ പോലെ യുക്തവൈരാഗ്യമായിട്ട് നമുക്ക് അതിനെയും കൃഷ്ണന്റെ സേവനത്തിൽ ഉപയോഗിച്ച് നമുക്കൊന്നും ഉപേക്ഷിക്കാനില്ല. നമുക്ക് ഒരു പ്രാവശ്യം പ്രഭുപാദിനോട് ചോദിച്ചു, നിങ്ങൾ എന്താണ് ത്യാഗികൾ, നിങ്ങൾ ഭക്തന്മാരാണെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ വലിയ ആഡംബര ജീവിതമാണല്ലോ ജീവിക്കുന്നത്. വലിയ കാറുകളിലും വലിയ വലിയ ക്ഷേത്രങ്ങളിലും പന്നീറില്ലാതെ നമുക്ക് തൊണ്ടയിൽ നിന്ന് താഴെ ഇറങ്ങില്ല പ്രസാദം, റൈറ്റ്? അത്ര ആഡംബര ഭക്തി ജീവിതമാണ് നിങ്ങൾ ജീവിക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ പ്രഭുപാദ്, നിങ്ങൾ ഉപേക്ഷിക്കുകയല്ലേ വേണ്ടേ, ത്യാഗിയാവണ്ടേ എന്ന് ചോദിച്ചപ്പോൾ പ്രഭുപാദ് ചോദിച്ചു, നമുക്ക് എന്താണ് ത്യാഗം ചെയ്യാൻ സാധിക്കുക, അല്ലേ? ഉദാഹരണത്തിന് നമ്മൾ നടന്നു പോകുമ്പോൾ അവിടെ ഒരു ബാങ്ക് കാണുന്നു. ഓക്കെ, ഏതെങ്കിലും ഒരു ബാങ്കിന്റെ പേര് പറഞ്ഞു. SBI. ബാങ്ക് ഓഫ് ഇന്ത്യ, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. SBI. ഓക്കെ, SBI. ഓക്കെ, എല്ലാവരും SBIയിൽ അക്കൗണ്ട് ഉണ്ടെന്ന് മനസ്സിലായി. അപ്പോ SBI, ഞാൻ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ കാണും. എന്നിട്ട് ഞാനത് കണ്ടിട്ട് പറഞ്ഞു, ഈ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയെ ഞാൻ ഉപേക്ഷിക്കുന്നു എന്ന് പറയുന്നു. ഇതെനിക്ക് വേണ്ട, ഇത് ഞാൻ ത്യാഗം ചെയ്യുന്നു എന്ന് പറയുന്നു. പറയുന്നതിൽ അർത്ഥമുണ്ടോ? ഇല്ല, അക്കൗണ്ടൊക്കെ ക്ലോസ് ചെയ്ത് പൈസ ഒക്കെ എടുത്ത കാര്യമില്ല. ആ രീതിയിൽ പറയുന്നു. വേറെ ഞാൻ പറഞ്ഞത് ആ ബാങ്കിനെ തന്നെ ഞാൻ ഒരു കാര്യമില്ല, ത്യാഗം ചെയ്യുന്നു എന്ന് പറഞ്ഞാല് അത് എന്റെ ഒരർത്ഥമില്ല. സ്വന്തമാണെങ്കിലല്ലേ എനിക്ക് ത്യാഗം ചെയ്യാൻ പറ്റുള്ളൂ. അതെ അതെ. എന്റേതല്ലാത്തതിനെ ഞാൻ അതിനെ ഉപേക്ഷിക്കുന്നു എന്ന് പറഞ്ഞാല് ഈ കാശിയിൽ പോയിട്ട് എന്താണ് പാവയ്ക്ക ഉപേക്ഷിക്കുന്നത്, കറിവേപ്പില. ഓ, അങ്ങനെയുണ്ടോ ആൾക്കാർ കറിവേപ്പില ഉപേക്ഷിക്കുന്നത്? ഐഡിയ കൊള്ളാലോ. സോ അങ്ങനെ നമ്മുടേതല്ലാത്തൊരു കാര്യം നമുക്കൊരു ഒട്ടും ബന്ധമില്ലാത്ത കാര്യത്തിന് ഉപേക്ഷിക്കുന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. എല്ലാം ഭഗവാന്റെയാണ്. അതുകൊണ്ട് നമുക്കൊന്നും ഉപേക്ഷിക്കാനില്ല വാസ്തവത്തില്. പക്ഷെ നമുക്ക് യുക്തവൈരാഗ്യത്തിൽ ഉപയോഗിക്കാം. അപ്പൊ ഈ ധനം എന്ന് പറയുന്നത്, നമുക്ക് വെൽത്ത് എന്ന് പറയുന്നത് വാസ്തവത്തില് കൃഷ്ണനാണ് നമ്മുടെ ധനം, കൃഷ്ണപ്രേമമാണ് നമ്മുടെ ധനം. അപ്പൊ ആ ധനം തരാൻ വേണ്ടിയാണ് ചൈതന്യ മഹാപ്രഭു വന്നിരിക്കുന്നത്, അല്ലെ? അതുകൊണ്ടാണ് ചൈതന്യ ചരിതാമൃതമാണ് നമ്മുടെ യഥാർത്ഥ ധനം. അത് നമ്മൾ വായിക്കുമ്പോൾ, ആ ഭഗവത് സ്മരണ നമ്മൾ ചെയ്യുമ്പോൾ നിരന്തരം ആ സത്സംഗത്തിന്റെ മാറ്റൊലികള് നമ്മുടെ ഹൃദയത്തിനകത്ത് എപ്പോഴും പ്രകമ്പനം കൊള്ളുന്ന സമയത്ത് അതൊരു അനസ്തീഷ്യ പോലെ പ്രവർത്തിച്ച് ജീവിതത്തില് വലിയ കേടുപാടുകൾ ഇല്ലാതെ, തട്ടലും മുട്ടലുകളും ഇല്ലാതെ, ഈ പറയുന്ന പോലെ നമ്മുടെ ജീവിതമാകുന്ന രഥത്തില് ഭഗവാന്റെ പാദസ്പർശം എപ്പോഴും ഉണ്ടാവും. അപ്പോ വലിയ പൊട്ടലും ചീറ്റലൊന്നും ഇല്ലാതെ നമുക്ക് ജീവിച്ചു പോവാം. അവസാനം ഭഗവത്ധാമത്തിലേക്ക് തിരിച്ചു പോവുകയും ചെയ്യാം, റൈറ്റ്? ഈ ഒരു അവസരം നമുക്കും മറ്റുള്ളവർക്കും കൊടുക്കാൻ വേണ്ടിയാണ് ഈ കൃഷ്ണ അവബോധ പ്രസ്ഥാനം. അതിന്റെ ആത്മാവെന്ന് പറയുന്നത് ഹരികഥയുടെ അടിസ്ഥാനത്തിലുള്ള, ഹരികീർത്തനത്തിന്റെ അടിസ്ഥാനത്തിലുള്ള സത്സംഗമാണ്, അല്ലേ? അതാണ് നമ്മുടെ എസൻസ്. ബാക്കി എല്ലാം അതിനെ ചുറ്റിപ്പറ്റിയാണ് ഇരിക്കുന്നത്. എന്തെങ്കിലും കമന്റ്സ് അല്ലെങ്കിൽ പുതിയൊരു അധ്യായത്തിലേക്ക് കിടക്കാം? വനമാല പ്രഭു എന്തെങ്കിലും? വനമാല പ്രഭു, അലങ്കാര മാതാജി. ഓക്കെ, അടുത്ത അധ്യായത്തിലേക്ക് പോകുമ്പോൾ നേരത്തെ പറഞ്ഞ ഒരു ചെറിയൊരു റിക്വസ്റ്റ് ഉണ്ട്. അതായത് നമ്മൾ സേവ ചെയ്യുമ്പോൾ ഭഗവാന്റെ കാരുണ്യം നമുക്ക് കിട്ടുന്നു.
പക്ഷെ അതിലും കൂടുതൽ കാരുണ്യം കിട്ടാൻ എന്താണ് വഴി? ഭഗവാന്റെ ഭക്തനെ സേവിക്കുക. അതെ, അതൊരു കാര്യം. അതിലും മറ്റുള്ളവരെ കൊണ്ട് സേവനം ചെയ്യാൻ സൗകര്യം കൊടുക്കുക. മറ്റുള്ളവർക്ക് സേവനം ചെയ്യാനൊരു ഒരുക്കി കൊടുക്കുന്നത് അതിലും വലിയൊരു സേവനമാണ് അല്ലെ? ഈ ദാമോദര മാസത്തിൽ അത് പറയാറുണ്ടല്ലോ, വിളക്ക് കത്തിക്കുന്നതിനെ കുറിച്ച്. എന്താ പറയാറ്? നമ്മൾ വിളക്ക് കത്തിക്കുന്നത് അതൊരു വലിയൊരു സ്പെഷ്യൽ ദാമോദര ഭഗവാന്റെ കാരുണ്യം കിട്ടും. പക്ഷെ അതിലും വലുതെന്താ? മറ്റുള്ളവരെ കൊണ്ടുവന്നിട്ട് ചെയ്യിപ്പിക്കുക, ആരതി ചെയ്യുക. വിളക്ക് കത്തിച്ച് മറ്റൊരാൾക്ക് കൊടുത്ത് അവരെ ആരതി ചെയ്യുമ്പോൾ അതിന്റെ ബെനിഫിറ്റ് നമുക്ക് എക്സ്ട്രാ ബെനിഫിറ്റ് കിട്ടുക, റൈറ്റ്? ഒരു കമ്മീഷൻ കിട്ടുകയാണ് നമുക്ക്. സോ അതുകൊണ്ട് അടുത്ത അധ്യായം പ്രഭു പറഞ്ഞതുപോലെ നമുക്ക് അടുത്ത അധ്യായം മുതൽ എല്ലാവരും ഓരോരോ ശ്ലോകം വായിച്ചു പോകുന്ന രീതിയിൽ റൊട്ടേഷൻ ബേസിസ് ഇനി മുതൽ നമുക്ക് തുടങ്ങാമെങ്കിൽ നന്നായിരുന്നു. അതും വായിക്കാത്തവർക്ക്, പുസ്തകം കയ്യിലില്ലാത്തവര് എക്സ്ക്യൂസ്ഡ് ആണ്. അല്ലാത്തവര് ദയവായിട്ട് ടേൺ എടുത്ത് വായിക്കുക എന്നൊരു അഭ്യർത്ഥനയോടെ നമുക്ക് അടുത്ത അധ്യായത്തിലേക്ക് ഹരേ കടക്കാം. കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. വായിക്കട്ടെ പ്രഭു. ഹരേ കൃഷ്ണ. യെസ്. ഹരേ കൃഷ്ണ. ശ്രീ ചൈതന്യ മഹാപ്രഭുവിന്റെ ബാല്യലീലകൾ, അതല്ലേ പ്രഭു? അതെ അതെ അത് തന്നെ. ശ്രീല ഭക്തി വിനോദ ഠാക്കൂർ തന്റെ അമൃതപ്രവാഹ ഭാഷ്യത്തിൽ ഈ അധ്യായത്തിന്റെ ഒരു സംഗ്രഹം നൽകിയിട്ടുണ്ട്. ശ്രീ ചൈതന്യ മഹാപ്രഭു ബാല്യകാല ലീലകൾ ആസ്വദിച്ചത് എങ്ങനെയെല്ലാമാണെന്ന് 14-ാം അധ്യായത്തിൽ വിവരിച്ചിരിക്കുന്നു. മുട്ടിലിഴയുക, കരയുക, മണ്ണ് തിന്നുകയും മാതാവിന് ഉപദേശം നൽകുകയും ചെയ്യുക, ബ്രാഹ്മണ അതിഥിയെ അനുഗ്രഹിക്കുക, കള്ളന്മാരുടെ തോളിൽ സവാരി ചെയ്ത് അവരെ തന്റെ സ്വന്തം വീട്ടിലേക്ക് വഴിതെറ്റിക്കുക, രോഗി എന്ന അഭ്യർത്ഥനയിൽ ഏകാദശി നാളിൽ ഹിരണ്യന്റെ ജഗദാസന്റെയും ഭവനത്തിൽ നിന്ന് പ്രസാദം സ്വീകരിക്കുക തുടങ്ങിയ അനേകം ബാല്യലീലകൾ അവിടുന്ന് വികൃതി കാണിച്ചതും തന്റെ മാതാവ് ബോധശൂന്യമായപ്പോൾ അവർക്ക് നാളികേരം കൊണ്ടുവന്ന് കൊടുത്തതും, സമപ്രായക്കാരായ പെൺകുട്ടികളോട് ഗംഗാതീരത്ത് ഫലിതങ്ങൾ പറഞ്ഞതും, ലക്ഷ്മി ദേവിയുടെ ആരാധന സ്വീകരിച്ചതും, ചവറുകൂനയിൽ ഇരുന്നു കൊണ്ട് തന്റെ മാതാവിന് ദിവ്യജ്ഞാനം ഓതിയതും, പിതാവിനോട് സ്നേഹാധിക്യത്തോടെ പെരുമാറിയതും എല്ലാം ഈ അധ്യായത്തിൽ വിവരിച്ചിട്ടുണ്ട്. ശ്ലോകം 1. കഥഞ്ജനാ സ്മൃതേയാസ്മിൻ ദുഷ്കരം സുകരം ഭാവത് വിസ്മൃതേ വിപരീതം സ്യാത് ശ്രീ ചൈതന്യം നമാമിതം. ഏതെങ്കിലും ഒരു വിധത്തിൽ ശ്രീ ചൈതന്യ മഹാപ്രഭുവിനെ സ്മരിക്കുന്നതിലൂടെ മാത്രമേ ദുഷ്കര പ്രവർത്തികൾ പ്രയാസരഹിതമായി തീരുകയുള്ളൂ. പക്ഷേ അവിടത്തെ സ്മരിക്കാത്ത പക്ഷം പ്രയാസരഹിതമായ കാര്യങ്ങൾ പോലും വളരെ ദുഷ്കരമാകും. ആ ഭഗവാൻ ശ്രീ ചൈതന്യ മഹാപ്രഭുവിനെ ഞാൻ സാദരം പ്രണമിക്കുന്നു. ഭാവാർത്ഥം: ചൈതന്യ ചന്ദ്രാമൃതം എന്ന തന്റെ ഗ്രന്ഥത്തിൽ ശ്രീല പ്രബോധാനന്ദ സരസ്വതി പറയുന്നു, ഭഗവാന്റെ കാരുണ്യം അല്പമെങ്കിലും ലഭിക്കുന്ന ഒരുവൻ നിരവധി മഹാപണ്ഡിതന്മാരും തത്വജ്ഞാനികളും കാക്ഷിക്കുന്ന മോക്ഷത്തെ ശ്രദ്ധിക്കുക പോലും ചെയ്യാത്ത വിധം ഉത്കൃഷ്ടനായി തീരുന്നു. അതുപോലെ ചൈതന്യ ഭഗവാന്റെ ഒരു ഭക്തൻ സ്വർഗലോകവാസത്തെ ഒരു ആകാശ പുഷ്പം പോലെയാണ് കാണുന്നത്. അയാൾ യോഗസിദ്ധിയുടെ പരിപൂർണതയെ പോലും കവച്ചു വെക്കുന്നു. കാരണം അവന്റെ ഇന്ദ്രിയങ്ങൾ വിഷപ്പല്ലുകൾ കൊഴിഞ്ഞ സർപ്പങ്ങളെ പോലെയാണ്. വിഷപ്പല്ലുകൾ ഉള്ള സർപ്പം ഭയങ്കരനും അപകടകാരിയുമാണ്. പക്ഷേ വിഷപ്പല്ലുകൾ കൊഴിഞ്ഞ സർപ്പത്തെ ഭയപ്പെടേണ്ടതില്ല. യോഗ തത്വങ്ങൾ ഇന്ദ്രിയങ്ങളുടെ നിയന്ത്രണം ലക്ഷ്യമാക്കിയിട്ടുള്ളതാണ്. പക്ഷേ ഭഗവാന്റെ സേവനത്തിൽ മുഴുകിയിരിക്കുന്ന ഒരുവന്റെ ഇന്ദ്രിയങ്ങൾ വിഷസർപ്പങ്ങളെ പോലെ അപകടകാരികളാകുന്ന പ്രശ്നമേയില്ല. ഇവയെല്ലാം ശ്രീ ചൈതന്യ മഹാപ്രഭു നമുക്ക് നൽകുന്ന സമ്മാനങ്ങളാണ്. ഒരുവൻ ശ്രീ ചൈതന്യ മഹാപ്രഭുവിനെ സ്മരിക്കുന്ന പക്ഷം ദുർഗ്രാഹ്യങ്ങളായ കാര്യങ്ങൾ അനായാസം മനസ്സിലാക്കാൻ കഴിയുമെന്നും, പക്ഷേ അവിടത്തെ വിസ്മരിച്ചാൽ അനായാസകരമായ കാര്യങ്ങൾ പോലും
ആയാസകരമായി തോന്നുമെങ്കിലും തോന്നുമെന്നും ഹരിഭക്തവിലാസം പ്രസ്താവിക്കുന്നു. മഹാശാസ്ത്രജ്ഞന്മാരെന്ന് പൊതുജനങ്ങൾ കരുതുന്നവർക്ക് പോലും ജീവനിൽ നിന്നുമാണ് ഉത്ഭവിക്കുന്നതെന്ന് സരളമായ ആശയം മനസ്സിലാക്കുവാൻ കഴിയുന്നില്ലെന്ന് നമ്മൾ യഥാർത്ഥത്തിൽ കാണുന്നു. എന്തുകൊണ്ടെന്നാൽ അവർക്ക് ശ്രീ ചൈതന്യ മഹാപ്രഭുവിന്റെ കാരുണ്യമില്ല. ജീവൻ ദ്രവ്യത്തിൽ നിന്നാണ് ഉത്ഭവിക്കുന്നതെന്ന തെറ്റായ ധാരണയെ അവർ ന്യായീകരിക്കുന്നു. അത് യാഥാർത്ഥ്യമാണെന്ന് തെളിയിക്കാൻ അവർക്ക് സാധിക്കുന്നുമില്ല. ആധുനിക സംസ്കാരം ഈ തെറ്റായ ശാസ്ത്ര സിദ്ധാന്തത്തെ അടിസ്ഥാനത്തിൽ പുരോഗമിക്കുന്നതിനാൽ ശാസ്ത്രജ്ഞന്മാർ പരിഹരിക്കപ്പെടേണ്ട പ്രശ്നങ്ങൾ മാത്രം സൃഷ്ടിക്കപ്പെടുന്നു. ശ്രീ ചൈതന്യ ചരിതാമൃതത്തിന്റെ ഗ്രന്ഥകർത്താവ് ചൈതന്യ മഹാപ്രഭുവിന്റെ ബാല്യലീലകൾ വിവരിക്കുന്നതിനായി അവിടത്തെ ആശ്രയം സ്വീകരിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ മാനസിക ഊഹോപോഹങ്ങളാൽ അത്തരം അതീന്ദ്രിയ സാഹിത്യ രചന സാധ്യമല്ല. പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാനെ പറ്റി എഴുതുന്ന ഒരാൾക്ക് നിർബന്ധമായും ഭഗവാന്റെ പ്രത്യേക അനുഗ്രഹം ആവശ്യമാണ്. വിദ്യാഭ്യാസ യോഗ്യതകൾ കൊണ്ട് മാത്രം അത്തരം സാഹിത്യ സൃഷ്ടി അസാധ്യമാണ്. ഹരേ കൃഷ്ണ. ലോകം ഹരേ കൃഷ്ണ. നമുക്കൊന്ന് ഇത് വളരെ പ്രധാനപ്പെട്ട ശ്ലോകമാണ്. വാസ്തവത്തിൽ ബൈഹാർട്ട് ചെയ്യേണ്ട ഒരു ശ്ലോകം കൂടിയാണ്. കഥഞ്ചന സ്മൃതേ യസ്മിൻ ദുഷ്കരം സുകരം ഭവേത് വിസ്മൃതേ വിപരീതം സ്യാത് ശ്രീ ചൈതന്യം നമാമി തം. കഥാഞ്ചന സ്മൃതേ യസ്മിൻ, എങ്ങനെയെങ്കിലും ആരെ ഓർക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? സ്മരിക്കുകയാണെങ്കിൽ ദുഷ്കരം സുകരം ഭവേത്, വളരെ ദുഷ്കരമായ കാര്യങ്ങൾ പോലും എന്തായിത്തീരും? വളരെ എളുപ്പമായി തീരും. വിസ്മൃതേ വിപരീതം സ്യാത്, ഇനി അഥവാ നമ്മൾ ചൈതന്യ മഹാപ്രഭുവിനെ മറന്നുപോയാൽ എന്ത് സംഭവിക്കുന്നു? വിപരീതം സംഭവിക്കും. അതായത് എളുപ്പമായ കാര്യങ്ങൾ പോലും പ്രയാസമുള്ളതായി തീരും. ശ്രീ ചൈതന്യം നമാമിത്തം, അങ്ങനെയുള്ള ചൈതന്യ മഹാപ്രഭുവിനെ നമ്മൾ നമിക്കുന്നു എന്ന് പറയുന്നു. ഇത് തന്നെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. ഭഗവത്ഗീതയിൽ ഇതേപോലൊരു ശ്ലോകമുണ്ട്. 18-ാം അധ്യായത്തിൽ, എന്റെ കാരുണ്യം കൊണ്ട് വലിയ വലിയ തടസ്സങ്ങളെന്ന് തോന്നുന്നതിനൊക്കെ നീ തരണം ചെയ്യും അല്ലയോ അർജുന, പക്ഷെ ഞാൻ പറയുന്നത് കേട്ടില്ലെങ്കിൽ നശിച്ചു പോകും എന്നൊരു ശ്ലോകമുണ്ട്. ആർക്കെങ്കിലും അറിയാമോ? 18-ാം അധ്യായത്തിൽ ഒരു ഫേമസ് ശ്ലോകമാണ്. തുടങ്ങി തരട്ടെ? ക്ലൂ വേണം. ക്ലൂ. തുടക്കം കിട്ടിയ മച്ചിത്ത. മച്ചിത്ത മദ്ഗത ബോധയന്ത പരസ്പരം കഥയന്തശ്ച മാം തുഷ്യ രമന്തിജ. അത് ശരിയുത്തരം ആണെന്ന് പറയാൻ സാധിക്കുന്നില്ല. യഥഹങ്കാരാതാണ്. മച്ചിത്ത ബാക്കി മദ്ഗത പ്രാണാബോധ. സോറി, അതല്ല. അല്ല, അത് മച്ചിത്ത തന്നെയാണ് തുടങ്ങുന്നത് ആ ശ്ലോകവും. പക്ഷെ വേറൊരു ശ്ലോകമുണ്ട്. മച്ചിത്ത സർവദുർഗാണിയാണ്. സർവദുർഗാണി മത്പ്രസാദാത് തരിഷ്യസി മത്പ്രസാദാത് തരിഷ്യസി അത ചേത്വം അഹങ്കാരാത് ന ശ്രോഷ്യസി വിനക്ഷ്യസി. ഏതാണ് നമ്പർ? 18-ാം അധ്യായം 58. ഓക്കെ, അപ്പൊ 1858 അത് ഓർത്തു വെക്കുക. അവിടെ കൃഷ്ണൻ പറയുന്ന അതേ കാര്യം തന്നെയാണ് ഈ ശ്ലോകത്തിലും പറയുന്നത്, ഇല്ലേ? സോ അതുകൊണ്ട് നേരത്തെ പറഞ്ഞ അനസ്തീഷ്യ എന്ന് പറയുന്നത് ഇതാണ്. ഭഗവാന്റെ സ്മരണമാണ് വാസ്തവത്തിൽ ആ ഒരു അനസ്തീഷ്യ ആയിട്ട് കാണുന്നത്. അതിന് ഏറ്റവും നല്ല ഉദാഹരണം സ്മരണത്തിന്റെ സ്പെഷ്യലിസ്റ്റ് ആരാണ്? സ്മരണത്തിന്റെ നവവിധ ഭക്തിയിൽ സ്മരണത്തിന്റെ സ്മരണത്തിന്റെ ആചാര്യൻ എന്ന് പറയാൻ പറ്റുന്ന ആരാണ്? ശുഗദേവ ഗോസ്വാമി.
അല്ല. അത് ശ്രവണം കീർത്തനം. ശ്രവണം. പ്രഹ്ലാദ് മഹാരാജ്. പ്രസാദ് മഹാരാജ്. പ്രഹ്ലാദ് മഹാരാജ് അദ്ദേഹത്തിന് അങ്ങനെയല്ലേ? പ്രഹ്ലാദ് മഹാരാജിന് എന്തൊക്കെ ആൾക്കാർ ചെയ്തു. ആ നരസിംഹ മൂവി കണ്ടത് ഇപ്പോഴും മനസ്സിൽ പലർക്കും ഓർമ്മയുണ്ടാവാം. ആ കൊക്കയുടെ മുകളിൽ നിന്ന് എടുത്ത് താഴേക്ക് എറിയുക, പാമ്പുകളെ കൊണ്ട് കൊത്തിക്കുക, പിന്നെ ആനയെ കൊണ്ട് ചവിട്ടിക്കുക, എന്തൊക്കെ ചെയ്തു. പക്ഷെ ഒരു അനസ്തേഷ്യ പോലെ ഭഗവാന്റെ സ്മരണം കാരണം ഈ പ്രഹ്ലാദിന് ഒരു പോറലും ഏറ്റില്ല, അല്ലെ? അതൊരു എക്സ്ട്രീം കേസ്, ഭാഗവതം ലെവൽ. പക്ഷെ ചെറിയ ചെറിയ രീതിയിൽ നമുക്കും അത് ഭഗവാൻ ചെയ്തു തരും. സോ അതുകൊണ്ട് പ്രഭുപാദ് അതുകൊണ്ടാണ് ഈ പ്രസ്ഥാനത്തിന് എന്ത് പേരിട്ടത്? അന്താരാഷ്ട്ര കൃഷ്ണ അവബോധം. അവബോധം, ആ. കോൺഷ്യസ്. പ്രഭുപാദ് എന്തുകൊണ്ടാണ് പേര് ഇങ്ങനെ ഇടാത്തത്? അന്താരാഷ്ട്ര കൃഷ്ണ ഭക്തിയുത സേവന സമിതി, അല്ലെങ്കിൽ അന്താരാഷ്ട്ര കൃഷ്ണ പ്രചാരണ സമിതി. നമ്മുടെ ബോധത്തിലാണ് ബോധവാനായിരിക്കുക എന്നുള്ളതാണ് ഭഗവാനെ കൊണ്ടുവരുന്നത്. ആ അന്താരാഷ്ട്ര ആദ്യം ബോധവാനായെങ്കിൽ മാത്രമേ നമ്മൾ ചെയ്യുന്ന സേവനം ഭക്തിയുത സേവനമാകുകയുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ യാന്ത്രിക. മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കണമെങ്കിൽ നമുക്ക് ബോധം ഉണ്ടാവണമല്ലോ. നമുക്ക് ബോധം ഉണ്ടാവണം, അവബോധം ഉണ്ടാവണം, അല്ലെ? അതെ. അല്ലെങ്കിൽ നമുക്ക് എന്ത് ബോധമാണോ ഉള്ളത് ആ ബോധം മറ്റേ ആ വ്യക്തിയിലേക്ക് ചെന്നെത്തും, അല്ലെ? എന്നിട്ട് ഉള്ളതല്ലേ കൊടുക്കാൻ സാധിക്കും. ഉം. അപ്പൊ അതുകൊണ്ടാണ് പ്രഭുപാദ് ഈ പ്രസ്ഥാനത്തിന് എന്തിട്ടത്? കൃഷ്ണാവബോധം. കൃഷ്ണാവബോധ സമിതി. കൃഷ്ണാവബോധ സമിതി. ഈ ശ്ലോകത്തിൽ പറയുന്നത് ചൈതന്യ അവബോധം, റൈറ്റ്? ചൈതന്യ മഹാപ്രഭുവിനെ കുറിച്ചുള്ള ഒരു അവബോധം ആണ് പറയുന്നത്. സോ കൃഷ്ണ കോൺഷ്യസ്നസ്, ചൈതന്യ കോൺഷ്യസ്നസ്, പ്രഭുപാദ് കോൺഷ്യസ്നസ്, ഇതൊന്നും വ്യത്യസ്തമല്ല. എല്ലാം ഒന്ന് തന്നെയാണ്. കൃഷ്ണാവബോധം തന്നെയാണ് ചൈതന്യ മഹാപ്രഭു. കൃഷ്ണനും ചൈതന്യ മഹാപ്രഭുവും തമ്മിൽ വ്യത്യാസമില്ല. അതേപോലെ ഭഗവാനും ഭഗവാന്റെ ഭക്തനും തമ്മിൽ സെയിം പർപ്പസ് ആണ്. അതുകൊണ്ട് ഭഗവത് കഥയും ഭക്തന്മാരുടെ കഥയും എല്ലാം ചേർന്നിട്ടാണ് ഭാഗവതം ഉള്ളത്. സോ ആ ഒരു കോൺഷ്യസ്നസ് ആദ്യം നിലനിർത്തുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. നമ്മളൊരു ഇസ്കോൺ സെന്റർ, അന്താരാഷ്ട്ര കൃഷ്ണാവബോധ സമിതിയുടെ ഒരു ശാഖയായിട്ട് നമ്മൾ തുറന്ന് പ്രവർത്തിക്കുകയാണെങ്കിൽ ഏറ്റവും ആദ്യം ആ പേരിനോട് നമ്മൾ നീതി പുലർത്തണം, അല്ലെ? പിന്നീടല്ലേ ബാക്കിയുള്ള കാര്യങ്ങൾ. സോ എല്ലാവരും, നമ്മൾ ഓരോ വ്യക്തികളും നമ്മൾ ഇസ്കോൺ ഭക്തന്മാരാണ്. ചിലരൊക്കെ ദീക്ഷ എടുത്തു, ചിലർ ദീക്ഷ എടുത്തിട്ടുണ്ടാവില്ല. പക്ഷെ എന്നാലും എന്താണ്, ദീക്ഷ എടുത്ത ഭക്തന്റെ തന്നെ നിലവാരത്തിൽ ഭക്തിയുത സേവനം പ്രാക്ടീസ് ചെയ്യുകയാണ്. അത് ഒട്ടും കുറവല്ല ദീക്ഷയിൽ നിന്ന്. അപ്പൊ അങ്ങനെയൊക്കെ ഇരിക്കുന്ന സമയത്ത് നമ്മൾ ഇസ്കോൺ മെമ്പേഴ്സ് ആണ്. മറ്റുള്ളവരോട് പോയി പറയുന്നു ഇസ്കോണിലേക്ക് വരൂ, ഇസ്കോണിന്റെ പുസ്തകങ്ങൾ വായിക്കൂ എന്നൊക്കെ പറയുന്നു. അപ്പോ ആ വാക്കിനോട് നമ്മൾ ആദ്യം നീതി പുലർത്തണം. അന്താരാഷ്ട്ര കൃഷ്ണ അവബോധ സമിതി, റൈറ്റ്? ആ അവബോധം ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയുന്നത് വീണ്ടും സത്സംഗത്തിലേക്കാണ് വരുന്നത്. അത് കൂട്ടപ്രവർത്തനമാണ്. ഒരാൾ വിചാരിച്ചാൽ നടക്കില്ല, രണ്ടുപേര് ഒരാൾ വിചാരിച്ചാൽ നടന്നു. പ്രഭുപാദ് ഒരാൾ വിചാരിച്ചിട്ട് നടന്നു. പക്ഷെ അതിനുശേഷം പ്രഭുപാദ് ആ ഒരു ദൗത്യം നമുക്ക് എല്ലാവർക്കും കൂടി തന്നിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ കൃഷ്ണാവബോധം ഇന്ന് കുറച്ച് ഡൗൺ ആണെങ്കിൽ ഈ മൊബൈലിലെ ടോപ്പ് അപ്പ് എന്ന് പറയുന്ന പോലെ മറ്റൊരു ഭക്തനാണ് നമുക്കത് ടോപ്പ് അപ്പ് ചെയ്ത് തരേണ്ടത്, അല്ലെ? നാളെ എനിക്ക് ഒരു ദിവസം ഞാൻ വളരെ ഹാപ്പിയാണ്, ഞാനൊരു മായാപൂരൊക്കെ പോയിട്ട് വന്ന് അതിൻ്റെ ഒരു ചൂട് അവിടെ നിൽക്കുന്നുണ്ട്, അതിൻ്റെ ഒരു എനർജി നിൽക്കുന്നുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ പറയുന്ന ചൈതന്യ മഹാപ്രഭുവിനെ കുറിച്ച് മറ്റുള്ളവർക്ക് ടോപ്പ് അപ്പ് ചെയ്ത് കൊടുക്കാൻ അന്നേ ദിവസം എനിക്ക് സാധിക്കും. നമുക്ക് എല്ലാവർക്കും ഏറ്റക്കുറച്ചിലുകളുണ്ട്, അല്ലെ? ദിവസങ്ങൾ എല്ലാ ദിവസവും ഒരുപോലെയല്ല, എല്ലാ കാലാവസ്ഥയും ഒരുപോലെയല്ല. ചിലർക്ക് വേനൽക്കാലത്തിൽ ഉത്സാഹം ഉണ്ടാവും, ചിലർക്ക് മഴക്കാലത്തിൽ ഉത്സാഹം ഉണ്ടാവും. എന്തായാലും അപ്പൊ നമുക്ക് ഉത്സാഹമുള്ള സമയത്ത് നമ്മൾ മറ്റുള്ളവർക്ക് കൊടുക്കാനും കുറവായിരിക്കുന്ന സമയത്ത് മറ്റുള്ളവരിൽ നിന്ന് സ്വീകരിക്കാനും, ഇങ്ങനെ ഗിവ് ആൻഡ് ടേക്ക്, ദദാതി പ്രതിഗൃഹാതി, റൈറ്റ്? അതാണ് ഈ കൃഷ്ണാവബോധ സമിതിയുടെ ലക്ഷ്യം. അങ്ങനെ നമ്മളെല്ലാവരും കൃഷ്ണ അവബോധത്തോടെ ഇരിക്കുക എന്നുള്ളതാണ്. ബാക്കിയുള്ള കാര്യങ്ങൾ രണ്ടാമതാണ്. രണ്ടാമത് വരേണ്ടതിന് രണ്ടാമതും, ആദ്യം വരേണ്ടതിന് ആദ്യവും നമുക്ക് സ്ഥാപിക്കാൻ അറിവുണ്ടാവണം.
എന്തു പറയുന്നു? ശരിയാണ്. ഉം. സോ നമ്മള് പലതും ചെയ്യുന്നു, പക്ഷെ നമുക്കൊരു സത്സംഗത്തിന്, ഒരു ഹരികഥയ്ക്ക് നമുക്ക് കൂടാൻ സമയമില്ല. കാര്യം എന്താ? എനിക്ക് ഒരുപാട് സർവീസ് ഉണ്ട് പ്രഭുജി, അല്ലെങ്കിൽ മാതാജി, എനിക്ക് വേറെയും വീട്ടുകാര്യങ്ങളുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഭക്തിയുത സേവനമുണ്ട്, 16 മാല ജപിക്കണം, അതൊക്കെയാണ്. ശരിയാണ്. പക്ഷെ ആഴ്ചക്കൊരിക്കലോ എപ്പോഴെങ്കിലും നമുക്ക് കൂടാനൊരു കഥ കേൾക്കാനും പറയാനും, നമ്മൾ ഭക്തിയിൽ കുറച്ച് ഡൗൺ ആണെങ്കിൽ അതിനൊന്ന് ടോപ്പ് അപ്പ് ചെയ്യാൻ മറ്റൊരു ഭക്തനോട് അഭ്യർത്ഥിക്കാനും, അതുവഴി നമുക്ക് വീണ്ടും ഒരു ഊർജ്ജസ്വലത തിരിച്ച് വീണ്ടും കിട്ടാനും, ഇതൊക്കെയല്ലേ പ്രസ്ഥാനത്തിന്റെ ഏറ്റവും പ്രധാന കാര്യം, അല്ലേ? ആദ്യം നമ്മള് പലപ്പോഴും ഈ ടാങ്കർ ലോറി ഉണ്ടല്ലോ, വണ്ടി പെട്രോളും ഡീസലും ഒക്കെ വഹിച്ചു കൊണ്ടുപോകുന്ന ടാങ്കർ ലോറി, നമ്മൾ അതുപോലെയാണ് പലപ്പോഴും. നമ്മൾ പ്രചാരകരാണ്, പ്രീച്ച് ചെയ്യാൻ നമ്മൾ വേണ്ടി കൊണ്ടുപോകുന്നു. പക്ഷെ നമ്മുടെ സ്വന്തം പെട്രോൾ ടാങ്കിൽ പെട്രോളും ഡീസലും ഒഴിച്ചില്ലെങ്കിൽ വഴി നിന്നു പോകും, ഇല്ലേ? അതെ. അതൊരു നല്ല എക്സാമ്പിൾ ആകുന്നു. ടാങ്കർ നിറച്ച് ചിലപ്പോൾ ഫ്യൂവൽ ഉണ്ടാവും, പക്ഷെ ഓടുന്ന വണ്ടിയിലേക്ക് വഴി കിടക്കും. അറ്റ്ലീസ്റ്റ് നമ്മുടെ മുകളിലുള്ള ടാങ്കിൽ നിന്നെങ്കിലും കുറച്ച് താഴെ എടുത്ത് ഒഴിച്ചാൽ മതി. ചെയ്യാറില്ല. ഇതൊക്കെ എന്തു പറയാം, ഒന്നും പറയാനില്ല. അങ്ങനെ ഒരു അവബോധം കിട്ടുകയാണെങ്കിൽ, കൃഷ്ണാവബോധം ശരിക്ക് കിട്ടുകയാണെങ്കിൽ, ഇവിടെ പറയുന്ന എളുപ്പമായ കാര്യങ്ങൾ, ആത്മാവും ശരീരവും വേറെയാണെന്നുള്ള ഒരു ബോധം, ഇത് അത്രയും ഇസ്കോണിലുള്ള ഏതൊരു, എന്താ പറയുക, ഏത് പോലീസുകാരനും അറിയാം ഇസ്കോണിനകത്ത്, അല്ലെ? ശരീരവും ആത്മാവും വേറെയാണ്, ആത്മാവ് ഭൗതികമല്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാം. പക്ഷെ പ്രഭുപാദ് പറയുന്നു, വലിയ വലിയ ശാസ്ത്രജ്ഞന്മാർക്ക് പോലും പലപ്പോഴും അവർക്ക് സംശയമുണ്ട്. ജഡപദാർത്ഥങ്ങളൊക്കെ കൂട്ടിക്കലർത്തി അതിൽ നിന്നൊരു കെമിക്കൽ ഉണ്ടായി, അറിയാമോ? അങ്ങൊരു സയൻസിലൊക്കെ നമ്മൾ പഠിക്കാറുണ്ട്. ഒരു ടെസ്റ്റ് ട്യൂബിനകത്ത് കുറെ കെമിക്കലുകളൊക്കെ ചേർത്ത് അതിനകത്ത് ഒരു ഇടിമിന്നൽ പോലെ ഒരു ഇലക്ട്രിക് കറണ്ട് പാസ് ചെയ്ത് അവസാനം അതിൽ അമ്ലങ്ങൾ ഉണ്ടായി, അമൈനോ ആസിഡ്സ് ഉണ്ടായി. അങ്ങനെ അതെല്ലാം ചേർന്നിട്ടൊരു സിംഗിൾ സെൽഡ് ഓർഗാനിസം, ഒറ്റ, എന്താ പറയുക, എന്താണ് മലയാളം എന്നറിയില്ല. അപ്പൊ അതൊരു കോശാണോ? കോശം, ഏകകോശ ജീവി. ഏകകോശ ജീവിയായിട്ട് അത് വന്നു. പിന്നെ ആ ജീവിക്ക് ബോറടിച്ചപ്പോൾ അത് 2 കോശങ്ങളാക്കി. പിന്നെ അവസാനം പയ്യെ പയ്യെ അതൊരു മീനായി മാറി, പിന്നെ ആമയായി മാറി, കരയിലും വെള്ളത്തിലും ജീവിക്കുന്ന രീതിയിലായി. പിന്നെ അവസാനം വന്ന് ഡൊണാൾഡ് ട്രംപ് ആയി മാറി എന്ന് പറഞ്ഞ് നമ്മള് ശാസ്ത്രജ്ഞന്മാര് സ്ഥാപിക്കാൻ ശ്രമിക്കാറുണ്ട്. പക്ഷെ മരിച്ച ശേഷം എന്താണ് ആ ശരീരത്തിൽ നിന്ന് പുറത്തു പോകുന്നത്, ആ പുറത്തു പോയതിന് തിരിച്ചൊന്ന് അകത്തേക്ക് ഇട്ടാ പോരെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സാധിക്കില്ല എന്ന് അവർ പറയുന്നുണ്ട്. അപ്പൊ ഇത്രയും എളുപ്പമുള്ള കാര്യങ്ങൾ പോലും, എന്താ പറയുന്നേ, ദുഷ്കരം സുകരം ഭവേത് വിസ്മൃതേ വിപരീതം സ്യാത്. അപ്പോൾ അത് പറയുന്നു ഇവിടെ തെറ്റായ എന്തുകൊണ്ടെന്നാൽ അവർക്ക് ശ്രീ ചൈതന്യ മഹാപ്രഭുവിന്റെ കാരുണ്യമില്ല എന്ന് പറയുന്നു. അപ്പൊ കാരുണ്യം ഇല്ലാത്തപ്പോൾ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കില്ല. ഉണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ സാധിക്കും എന്ന് പറയുന്നു. ഈ 503 ആ പാരഗ്രാഫിന്റെ ലാസ്റ്റ് ലൈൻ വായിച്ചപ്പോ ഒരു സുഖം, എന്തോ ഒരു തെറ്റുണ്ടെന്ന് തോന്നി. ആധുനിക സംസ്കാരം ഈ തെറ്റായ ശാസ്ത്ര സിദ്ധാന്തത്തിന്റെ അടിസ്ഥാനത്തിൽ പുരോഗമിക്കുന്നതിനാൽ ശാസ്ത്രജ്ഞന്മാരാൽ പരിഹരിക്കപ്പെടേണ്ട പ്രശ്നങ്ങൾ മാത്രം സൃഷ്ടിക്കുന്നു. വായിച്ചിട്ട് എന്തു തോന്നുന്നു? എന്തോ ഒരു പ്രശ്നമുണ്ട്. എന്തോ ഒരു പ്രശ്നമുള്ളല്ലോ. ഒന്ന് നോക്കാം. എന്തായാലും സമയമായി. നമുക്ക് അടുത്ത 2ാമത്തെ ശ്ലോകം കൂടെ ഒന്ന് വായിക്കാമോ മാതാജി, ഗീതാ മാതാജി? നമുക്കറിയുന്ന ശ്ലോകം തന്നെയാണ്, ഒന്ന് വായിച്ചു നിർത്താം. ഹരേ കൃഷ്ണ. ശ്ലോകം 2.
ജയ ജയ ശ്രീ ചൈതന്യ ജയ നിത്യാനന്ദ ജയ ദ്വൈത ചന്ദ്ര ജയ ഗൗരഭക്ത വൃന്ദ. വിവർത്തനം. ഭഗവാൻ ചൈതന്യ മഹാപ്രഭുവിനും നിത്യാനന്ദ പ്രഭുവിനും അദ്വൈത പ്രഭുവിനും ചൈതന്യ ഭഗവാന്റെ എല്ലാ ഭക്തന്മാർക്കും സർവസ്തുതികളും. ഓക്കെ, മാതാജി ഒന്ന് 4 വരെ വായിച്ചോളൂ. ഓക്കെ. ശ്ലോകം 3. പ്രഭുരകീലയേ ജന്മലീലാ സൂത്ര യശോദാനന്ദനായൈ ഹൈലാസജീപുത്ര. വിവർത്തനം. യശോദ മാതാവിന്റെ പുത്രനായി ശ്രീകൃഷ്ണൻ പ്രത്യക്ഷപ്പെട്ടതുപോലെ സചീദേവിയുടെ പുത്രനായി പ്രത്യക്ഷപ്പെട്ട ശ്രീ ചൈതന്യ മഹാപ്രഭുവിന്റെ അവതാരത്തെക്കുറിച്ച് ഞാൻ സംഗ്രഹ രൂപത്തിൽ വിവരിച്ചിരിക്കുന്നു. ഭാവാർത്ഥം. യശോദയുടെ പുത്രനായ കൃഷ്ണൻ ഇപ്പോൾ വീണ്ടും ഭഗവാൻ ചൈതന്യ മഹാപ്രഭുവായി സചീദേവിയുടെ പുത്രനായി അവതരിച്ചെന്ന ഈ പ്രസ്താവന ശ്രീല നരോത്തമദാസ ഠാക്കൂർ സ്ഥിരീകരിക്കുന്നു. പജ്ജയനന്ദനായേ സചീസുത ഹൈലാസൈ ബലരാമ ഹൈലാനിതായ്. സചീദേവിയുടെ പുത്രൻ യശോദയുടെയും നന്ദഗോപരുടെയും പുത്രൻ തന്നെയാണ്. നിത്യാനന്ദ പ്രഭു അതേ ബലരാമനുമാണ്. ശ്ലോകം 4. സംക്ഷേപീല ജന്മലീലാനുക്രമ ഏകി ബാല്യലീല സൂത്രേരഗണന. വിവർത്തനം. അവിടത്തെ ജന്മലീലകളുടെ കാലാനുക്രമമായ ഒരു വിവരണം ഞാൻ നേരത്തെ സംഗ്രഹ രൂപത്തിൽ വർണ്ണിച്ചിരിക്കുന്നു. ഇനി ബാല്യകാല ലീലകളുടെ ഒരു സംഗ്രഹം നൽകാം. ഹരേ കൃഷ്ണ. താങ്ക് യു മാതാജി. നമുക്കിന്ന് നിർത്താം. ഓക്കെ. ഹരേ കൃഷ്ണ. വാഞ്ചാകൽപതരൂപശ്ച കൃപാസിന്ധുഭ്യവ ച പതിതാനാം പാവനേഭ്യോ അനന്തകോടി വൈഷ്ണവ ഭക്തവൃന്ദ की जय. श्रील प्रभुपाद की जय. जय गौर प्रेमानंद. हरि हरि बोल. हरे कृष्ण.